മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ഈ രാജ്യത്ത് SC ST വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 341, 342 പ്രകാരമാണ് ചില സമുദായങ്ങളെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇത് ഭരണഘടന രൂപീകൃതമായതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. അതുവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു. ആ ജനതയെ അവരെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് പ്രകാരമാണ് ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ആ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ജാതികൾ, അതുപോലെ തന്നെയാണ് ഗോത്രങ്ങൾ, ഈ ട്രൈബ്സ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ. ഇവർക്ക് ഇവരുടേതായ സംവരണങ്ങളുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അധികാര പങ്കാളിത്തം ഇല്ലാതിരുന്ന ഒരു ജനസമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അധികാര പങ്കാളിത്തം ഉണ്ടാകണം എന്നായിരുന്നു മഹാനായ അംബേദ്കറുടെ ആഗ്രഹം. അതുമായി ബന്ധപ്പെട്ടാണ് മഹാനായ അംബേദ്കറും മഹാത്മാഗാന്ധിയും നിരന്തരം അതുമായുള്ള തർക്കങ്ങളും സംവാദങ്ങളും നടന്നുകൊണ്ടേയിരുന്നു. വലിയ വലിയ തർക്കങ്ങളായിരുന്നു. മഹാനായ അംബേദ്കർ ആ കാലഘട്ടത്തിൽ പറഞ്ഞത് തന്നെ, തനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ എന്നാണ്, ഉണ്ട് എന്നല്ല, ഉണ്ടെങ്കിൽ അത് ഗാന്ധിയാണ് എന്നാണ്, മിസ്റ്റർ ഗാന്ധിയാണ് എന്നാണ് പറഞ്ഞത്. കാരണം അത്ര കണ്ട് അംബേദ്കറെ സംബന്ധിച്ച് ഈ പറയപ്പെടുന്ന താഴ്ത്തപ്പെട്ടവർ എന്ന് പറയപ്പെടുന്ന ആളുകളെ ഒരുപാട് തരത്തിൽ സഹായിക്കുകയാണെങ്കിൽ പോലും അതൊരു ഉപദ്രവമായി മാറുന്ന രീതിയിലായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ. അംബേദ്കർ അങ്ങനെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചാൽ ആ ഗാന്ധിയുടെ നിലപാട് വെച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് വെച്ച് പോവുകയാണെങ്കിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അധികാര പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് മഹാനായ അംബേദ്കർ ഭയന്നിരുന്നു. ഇതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യവും. ജിന്നയൊക്കെ മറ്റു രാജ്യമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യമൊക്കെ അതൊക്കെ തന്നെയാണ്. എന്നാൽ അംബേദ്കർ അതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്, ജനാധിപത്യം ഇന്ത്യയിൽ ഉണ്ടാകുന്ന നേരത്തെ, സ്വതന്ത്രം ഇന്ത്യയിൽ ഉണ്ടാകുന്ന നേരത്തെ ഞങ്ങൾക്ക് ദ്വയാംഗത്വം വേണമെന്നാണ്. നമ്മുടെ സമുദായത്തിന്, ഞങ്ങളുടെ ആളുകൾക്ക് ദ്വയാംഗത്വം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ദ്വയാംഗത്വം എന്ന് പറഞ്ഞാൽ ഇരട്ട വോട്ടാണ്. ഒന്ന് സ്വന്തം സമുദായത്തിൽ നിന്നും അതാതിന്റെ ആളുകളെ അവർ തന്നെ കണ്ടെത്തി മത്സരിപ്പിക്കുന്ന വിധാനമാണെങ്കിൽ, മറ്റൊന്ന് പൊതു ഇലക്ഷൻ തന്നെയാണ്. ഇങ്ങനെ രണ്ട് തരത്തിൽ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിൽ നിന്ന് അവർ തെരഞ്ഞെടുക്കുന്ന പട്ടികജാതിക്കാരായാൽ അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴ്പ്പെടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അവർക്കാകില്ല. അതുകൊണ്ട് ആ ഒരു ജനങ്ങളുടെ പ്രതിനിധിയായി അവരുടെ ആളുകളെ അവർ തന്നെ തിരഞ്ഞെടുക്കട്ടെ, മറ്റത് പൊതുവായിട്ടും ഉണ്ടാകട്ടെ എന്നാണ് മഹാനായ അംബേദ്കർ ബ്രിട്ടീഷ് സർക്കാരിന്റെ മുന്നിൽ വെച്ചത്. ബ്രിട്ടീഷ് സർക്കാർ അതിന്റെ കാര്യങ്ങൾ ഗൗരവമായി പഠിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അത് അംഗീകരിച്ചു കൊടുത്തതിന്റെ ഭാഗമായി ലഭിച്ച അംഗീകാരമാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. ആ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിരിക്കുന്ന സ്പെഷ്യൽ ഒരു പ്രിവിലേജ് തന്നെയാണ്. വെച്ചാൽ ഇരട്ട വോട്ട്, ദ്വയാംഗത്വം. എന്നാൽ ഈ ഒരു അംഗീകാരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്ത് സംവരണം വാങ്ങി ഇപ്പോഴും മുൻപന്തിയിൽ എത്താതിരുന്ന സമൂഹം ഇന്ന് നമ്പർ 1 ആയിരിക്കും എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആയിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം അവരുടേതായിരിക്കുന്ന പങ്കാളിത്തത്തിൽ അവർ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ഇന്ന് ഉണ്ടാകുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അടിമവേല ചെയ്യുന്ന പോലെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പലപ്പോഴും ഉണ്ടായി വരുന്നത്. അപ്പൊ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു ബ്രിട്ടീഷ് സർക്കാർ അനുവദിച്ച, ഈ ഒരു സമുദായത്തിന് മാത്രം എന്ന് പറയപ്പെടുന്ന രീതിയിൽ അനുവദിച്ച ഈ ഒരു കമ്മ്യൂണൽ അവാർഡ് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മരണം വരെ നിരാഹാരം പറയുകയാണ് മഹാത്മാഗാന്ധി ചെയ്തത്. ആ മഹാത്മാഗാന്ധി മരിക്കും എന്ന രീതിയിലുള്ള ചുറ്റുപാടിൽ നടക്കുന്ന സംഭാഷണങ്ങളും മറ്റും അതുപോലെ കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒട്ടും നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് മഹാനായ അംബേദ്കർ ഗാന്ധി സമരം നിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ആ വാക്കുകളെ കേട്ടുകൊണ്ട് ഈ കമ്മ്യൂണൽ അവാർഡ് നിരസിക്കാൻ തയ്യാറായി.
ആ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന പരമോന്നതമായിരിക്കുന്ന ആ ബഹുമതി നിരസിച്ചതിൽ നിന്ന് കിട്ടിയ വളരെ തുച്ഛമായ ഒരു കാര്യമാണ് ഇന്ന് രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണം എന്നത്. വളരെ തുച്ഛമായിട്ട്, വളരെ തുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1 കോടി രൂപയും 1 രൂപയും നമ്മൾ മാറ്റം എന്താണ്? ഇതുപോലെയാണ്. 1 കോടി രൂപയാണ് നമ്മൾ കമ്മ്യൂണൽ അവാർഡിന് ഒരു മൂല്യം കൽപ്പിക്കുന്നതെങ്കിൽ, അത്ര പോരാ എന്നാലും കൽപ്പിക്കുന്നതെങ്കിൽ, ഈ സംവരണം എന്ന് പറയുന്ന 1 രൂപയുടെ മൂല്യമാണ്. ആ മൂല്യം അങ്ങനെയാണ് ലഭിക്കുന്നത് ഈ സംവരണം എന്ന് പറയുന്ന കാര്യം. ആ സംവരണത്തോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് കരുതുന്നത് എന്താ വെച്ചാൽ സാമ്പത്തികപരമാണ് സംവരണം എന്നല്ല, അധികാര പങ്കാളിത്തമാണ്, മറ്റുള്ള സമസ്ത മണ്ഡലത്തിലുമുള്ള പങ്കാളിത്തമാണ് സംവരണം, സാമ്പത്തിക സംവരണം അല്ല. ഈ EW ഒക്കെ സംവരണമൊക്കെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എല്ലാവർക്കും വേണ്ടത് ഇത് തന്നെയാണ്, എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് ആ സംവരണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവരും ഉണ്ട്. സാമുദായിക സംവരണം, SC/ST സംവരണം അങ്ങനെയല്ല, അത് പങ്കാളിത്തം ഉറപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ പങ്കാളിത്തം, ഇപ്പൊ എയ്ഡഡ് മേഖലകളിലും അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ ഉന്നതമായ പല പദവികളിലും ഇപ്പോഴും സംവരണം പൂർണ്ണമായിട്ടില്ല. അതായത് അവിടെ പോലും ഇവരെ ചേർത്ത് വെച്ചിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുണ്ടോ നമുക്ക് സംശയമാണ്. ഒരു സംസ്ഥാനത്തെ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ സംശയമാണ്. നമുക്ക് ചോദിക്കാം പ്രസിഡന്റ് ആയിട്ടില്ലേ എന്നുള്ളത്, ഉപരാഷ്ട്രപതി ആയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം. എന്നാൽ രാജ്യത്തിന് പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കുമുള്ള ആ ഒരു പവർ ഗവർണർക്കും പ്രസിഡന്റിനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാൻ പറ്റും ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോ അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളിലായാലും പരിഗണിക്കപ്പെടാത്തതിന് കാരണം നിർബന്ധിതമായിരിക്കുന്ന സംവരണ മാനദണ്ഡമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ സംവരണമില്ലാത്ത ദേവസ്വം മേഖലയിൽ ആ ഉപജീവനം കഴിക്കുന്ന 99% ആളുകൾ, 80% ആളുകളെങ്കിലും മറ്റുള്ളവർ. ഇപ്പൊ അടുത്താണ് പട്ടികജാതിക്കാർക്ക് എന്തെങ്കിലും ഒരു നിയമനമൊക്കെ ലഭിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പട്ടികവർഗക്കാർക്ക്. അപ്പോൾ സംവരണം എന്നാണ്, ഈ സംവരണം ഇല്ലാത്തടത്ത് ഈ ആളുകളെ ഇപ്പോഴും പരിഗണിക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണ്ട് കാലത്ത് നമുക്കറിയാം അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന സമയം, അൺടച്ചബിലിറ്റി ഉണ്ടായപ്പോൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ സവർണ ഹിന്ദുക്കളുടെ ആ പീഡനം സഹിക്കാൻ വയ്യാതെ, മറ്റു മതസ്ഥരുടെ അല്ല, ഈ ലോക ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്ര കണ്ട് പീഡിപ്പിക്കപ്പെട്ടൊരു ജനത വേറെയില്ല. അതോ സ്വന്തം സമൂഹത്തിൽ നിന്നാണ്, മറ്റു മതങ്ങളിൽ നിന്നല്ല. മറ്റു മതങ്ങളിൽ നിന്ന് ഉപദ്രവം സഹിച്ച ഹിന്ദുക്കളെക്കാൾ സ്വന്തം മതത്തിൽ നിന്ന് ഉപദ്രവം സഹിച്ച ഒത്തിരി ആളുകളുള്ള ഒരു സമൂഹമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. അവർ ആ പീഡയെ തുടർന്ന് ആ കാലഘട്ടത്തിൽ പല ആളുകളും മറ്റു മതങ്ങളിലേക്ക് പോയി. മറ്റു മതങ്ങളിലേക്ക് പോയാൽ എന്താണ്? അവർക്ക് അസ്പൃശ്യതയില്ല, തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല, സ്കൂളിൽ പോവാം, പഠിക്കാം, വസ്ത്രം ധരിക്കാം, നല്ല രീതിയിൽ നടക്കാം. ഈ തൊട്ടുകൂടായ്മ കാണിച്ചവരുടെയൊക്കെ വീട്ടിൽ കയറിയിരിക്കാം, അവർക്കൊക്കെ അവിടുന്ന് വിവാഹം വരെ കഴിക്കാം എന്നുള്ള പോലെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സാഹചര്യത്തിൽ പലരും മതം മാറിപ്പോയി. അപ്പൊ ആ കാലഘട്ടത്തിൽ മതം മാറിപ്പോയ ആളുകളിൽ കുറെ ആൾക്കാരൊക്കെ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അവരെന്നെ അവകാശപ്പെട്ടതാണ്. തെക്ക് ഭാഗത്ത് ക്രൈസ്തവ മതത്തിലേക്കാണ് പരിവർത്തനമെങ്കിൽ വടക്ക് ഭാഗത്ത് അത് ഇസ്ലാമിക മതത്തിലേക്കായിരുന്നു പരിവർത്തനം കൂടുതലായിരുന്നു. അംബേദ്കറിന്റെ ബുദ്ധമതത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ആ മതം മാറിപ്പോയ ആൾക്ക് കുറെ മാറ്റങ്ങളുണ്ടായി. അവരൊക്കെ മുൻപന്തിയിൽ എത്തിയാലും ഹിന്ദു മതത്തിനകത്ത് നിൽക്കുന്ന ഈ ആദിമ ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയ ഡെവലപ്മെന്റ് ഒന്നും അപ്പോഴും ഇല്ല. കാരണം ഇതിങ്ങനെ മാറി മാറി വരണം. ഈ ക്ഷേത്രപ്രവേശനം ഓൾറെഡി 1936 തിരുവിതാംകൂറിൽ പുറപ്പെടുവിച്ചിട്ടും വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ ആ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ 1948 ക്ഷേത്രപ്രവേശനം സാധ്യമാകുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാര്യം പറയല്ല, പക്ഷെ അങ്ങനെയാണ് സാധ്യമാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാഴ്ചപ്പാട് എടുത്താലും മറ്റു സമുദായങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സമുദായത്തിന് അഭിവൃദ്ധി ഇല്ലാതെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇവർക്ക് വേണ്ട പരിഗണന, പങ്കാളിത്തം, അധികാര പങ്കാളിത്തം നൽകാത്തത് എന്നുള്ളതാണ്. എന്നാൽ ഇന്നും ഇത് മനസ്സിലാക്കാതെ യുവതലമുറ പോലും ഈ സംവരണത്തെ വേണ്ട എന്ന് പറയുന്നു. അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, എല്ലാ രാഷ്ട്രീയ ഈ ന്യൂനപക്ഷങ്ങളുടേതായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും മൗനം ഭജിക്കുന്നല്ലാതെ മുഖ്യധാരയായിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം വേണ്ട എന്നൊരു അഭിപ്രായമുള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ ജാതി സംവരണം വേണ്ട, സാമ്പത്തിക സംവരണം മതി എന്ന്. സാമ്പത്തികം കിട്ടിയത് കൊണ്ട് പ്രാതിനിധ്യം, പങ്കാളിത്തം ഉണ്ടാവില്ല, 100% ഉറപ്പാണ്. ആ ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു സമയത്ത് രാജ്യത്തെ കത്തോലിക്ക സഭ തുടങ്ങുന്ന ക്രൈസ്തവ പുരോഹിതന്മാര് അല്ലെങ്കിൽ സമിതികളും സംഘടനകളും അതുപോലെയുള്ള ഇസ്ലാമിക ചില സംഘടനകളും എല്ലാവരും അതിന്റെ നേതൃത്വങ്ങൾ പരമോന്നത സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് അവരുടെ ഇടയിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുള്ള SC/ST വിഭാഗങ്ങളിലെ ആളുകൾക്ക്, ഈ നിലവിൽ ഹിന്ദു മതത്തിനകത്ത് നിൽക്കുന്ന SC/ST വിഭാഗങ്ങൾക്ക്, ഹിന്ദു എന്ന് പറയുമ്പോൾ ബുദ്ധ, ജൈന, സിഖ് ഇതിലൊക്കെ ഉള്ള ആളുകൾക്കും ഈ സംവരണം ലഭിക്കുന്നുണ്ട്.
ആദ്യകാലത്തില്ലെങ്കിലും പിന്നീടാണ് അതൊക്കെ ഉണ്ടായി വരുന്നത്. എന്തായാലും ശരി, അത് ഭരണഘടനാപരമായിട്ട് ഭരണഘടനയിൽ ഹിന്ദു എന്ന് പറയുന്നത് ഈ വേദിക് ഹിന്ദു മാത്രമല്ല, അതിൽ താന്ത്രിക് ഹിന്ദു ഉണ്ട്, കൂടാതെ ബുദ്ധന്മാരും ജൈനന്മാരും സിഖുകാരും ഹിന്ദു എന്നാണ് പറയപ്പെടുക. അപ്പൊ അതുകൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതമല്ല, ഒരുപാട് മതങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ഇപ്പോൾ നിലനിൽക്കുന്ന ഹിന്ദു മതം, ബുദ്ധ ജൈന എന്നൊക്കെ ആണെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന SC ST ഈ ജാതി സംവരണം കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ ഉള്ളിലുള്ള SC ST വിഭാഗത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തു വന്നവർക്കും സംവരണം വേണം എന്നൊരു ആവശ്യം ഇവർ പരമോന്നത കോടതിയെ അറിയിച്ചു. ഇവരുടെ ആളുകൾ ഈ SC ST നിന്ന് മാറി വന്ന ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്, അവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് കോടതി ഈ ഒരു വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് ആരായുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. കേന്ദ്ര സർക്കാർ ഇതിൽ ജനഹിതം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു. 2022 കമ്മീഷൻ, അതായത് BJP സർക്കാരാണ്, നരേന്ദ്രമോദി രണ്ടാം സർക്കാരാണ് ഈ ഒരു കമ്മീഷൻ നിശ്ചയിക്കുന്നത്. ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് ആ കമ്മീഷനെ പറയുക. ആ ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷൻ നമ്മൾ അറിഞ്ഞിടത്തോളം ജസ്റ്റിസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഒരു പരിവർത്തിത ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, ആ ഒരു ജസ്റ്റിസിനെ വെച്ചുകൊണ്ട്, ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് ഇതിനെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണങ്ങൾ നടക്കുകയുണ്ടായി. ആ അന്വേഷണം നമ്മുടെ കേരളത്തിലേക്കും എത്തി. അപ്പൊ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും, പല SC ST സംഘടനകളും, അതിൽ ഈ പറഞ്ഞ പരിവർത്തിതരുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഒന്നിലും പെടാത്തവരുണ്ട്, ദളിത് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരിക്കാം, ഇവരൊക്കെ പാടെ ഇവരുടെ അഭിപ്രായങ്ങൾ അവിടെ ജസ്റ്റിസ് ഈ കമ്മീഷൻ, ബാലകൃഷ്ണൻ കമ്മീഷനെ അറിയിക്കുകയുണ്ടായി. ആ അറിയിക്കുന്നതിലേക്ക് ഇപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കത്തോലിക്ക സഭയൊക്കെ പറഞ്ഞത് അവരുടെ 70% ക്രൈസ്തവരും ഈ SC ST പറയുന്നത്. അപ്പൊ ഇതിനൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SC ST സംവരണം കേവലം നമുക്ക് സ്കൂളിലൊരു സീറ്റ് കിട്ടാനോ ഒന്നുമല്ല. കാരണം സ്കൂളിലെ സീറ്റ് ഈ പറയുന്ന ക്രൈസ്തവർക്കോ മുസ്ലിം സമുദായ അംഗങ്ങൾക്കോ ഈ ഇവിടുന്ന് കിട്ടേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് കോളേജുകളും മറ്റെല്ലാ മേഖലകളും അവർക്കുണ്ട്. അപ്പോ അതല്ല അവർക്ക് ആവശ്യമെന്നുള്ളത് വ്യക്തമാണ്. പിന്നെ കൂടാതെയോ സാമ്പത്തികമായി പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. മുസ്ലിം സംഘടനകൾക്കാണെങ്കിൽ സക്കാത്ത് എന്ന പേരിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വർഷാവർഷം അവർക്ക് സക്കാത്ത് ഇനത്തിൽ വരുന്നുണ്ട്. ഇനി ക്രൈസ്തവർക്കാണെങ്കിലോ ഈ മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം തന്നെ ആയിട്ട് തന്നെ അവർക്ക് കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ അവരുടേതായ ഈ പറയുന്ന മതരാഷ്ട്രങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക പ്രശ്നം അവർക്കില്ല. പിന്നെ എന്താണ് അവർക്ക് പ്രശ്നമുള്ളത്? ഈ രാജ്യത്തുള്ള ഈ പരമോന്നതമായിരിക്കുന്ന അധികാര പങ്കാളിത്തം, ഭരണ സംവിധാനത്തിലുള്ള അധികാര പങ്കാളിത്തം അവര് കരുതുന്ന രീതിയിലില്ല. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? രാജ്യത്തെ 131 വരുന്ന SC ST സംവരണ മണ്ഡലങ്ങളിൽ മത്സരിച്ച് അവർക്ക് രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് എത്തണം, എന്നിട്ട് അധികാരം കൈയടക്കണം എന്നൊരു ലക്ഷ്യമാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ ഈ ഒരു കാര്യം ഹിന്ദു സമൂഹം പോലും, ഹിന്ദു സമൂഹത്തിലെ മുഖ്യധാര സംഘടനകൾ പോലും ചർച്ച ചെയ്യാത്തതിന് വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുന്നത് കേന്ദ്ര BJP സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. എന്തിന്? അവിടെയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇസ്ലാമിക ഒരു വിരോധം വെച്ചുകൊണ്ട് ക്രൈസ്തവ പ്രീണനം എന്നൊരു ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ക്രൈസ്തവ പ്രീണനം നടത്തിക്കൊണ്ട്, ഇപ്പൊ കേരളത്തിലായാലും ശരി, ക്രൈസ്തവ പ്രീണനം നടത്തിക്കൊണ്ട് ക്രൈസ്തവ വോട്ടുകളെ സ്വരൂപിക്കുക എന്ന BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. പക്ഷെ ഇത് മറിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായിട്ട് ഹിന്ദു സംഘടനകൾ പോലും മൗനം ഭജിക്കുന്നു എന്നുള്ളത് ഒരു ഇരട്ടത്താപ്പാണ്. കാരണം ഈ ജനതയെ ഇപ്പോഴും ഹിന്ദുവായി ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയർത്തപ്പെടേണ്ട സമയമാണ്. ഹിന്ദുവായി ഉൾക്കൊണ്ടെങ്കിൽ എന്തുകൊണ്ട് മോദിയാണെങ്കിലും ഈ നെറുകേട് കാണിച്ചപ്പോൾ ചെയ്ത് തെറ്റാണെന്ന് വേണം. ഈ തെറ്റ് ഇവിടുത്തെ രാജ്യത്തെ ഹിന്ദുക്കളിൽ പലരും മനസ്സിലാക്കിയതിന്റെ ഫലമാണ് മോദിക്ക് ലഭിച്ച വോട്ടിന്റെ ശതമാനക്കുറവൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്നത്. അപ്പൊ കലാപത്തിന് കാരണക്കാർ തിരികൊളുത്താനുണ്ടായ വിഷയം എന്താണെന്ന് നമ്മൾ ഈ 2022 ജസ്റ്റിസ് കമ്മീഷനുമായി, ബാലകൃഷ്ണൻ കമ്മീഷനുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം നമ്മൾ രാഷ്ട്രീയ എതിരാളിയല്ല. പക്ഷെ നമ്മൾ നമ്മുടെ ജനതയുടെ അവകാശങ്ങളും അധികാരവും തട്ടിയെടുക്കാൻ ആര് ശ്രമിച്ചാലും, അത് ആര് തന്നെയാലും രാഷ്ട്രീയം നോക്കാതെ തന്നെ നമ്മുടെ നിലപാട്, നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ ഹിന്ദുവാണ്, ആചാര്യനാണ്, ഗുരുവാണ്, അങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ അല്ലാതെ പറഞ്ഞത് മോദിയാണ്, അദ്ദേഹം പഴയൊരു ഹിന്ദു സംഘടനയിലെ പ്രവർത്തകനല്ലേ എന്നും കാണാൻ നമുക്ക് പറ്റില്ല. ആ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് ഈ ഒരു മൂവ്മെന്റ് നടത്തിയപ്പോൾ ഇവരുടെ ലക്ഷ്യം അധികാരമാകുന്നത് കൊണ്ട് തന്നെ ഇതിനെ പ്രതികരിക്കുന്നതിന്, നമ്മളുടെ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് പല ആളുകളും പങ്കെടുത്തപ്പോൾ അതില് പങ്കെടുത്ത ഒരു പുണ്യാത്മാവാണ് ശ്രീ ചണ്ടാളം മഠത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സ്വാമി വിനോദാനന്ദൻ ആദിമാർഗി. അദ്ദേഹത്തിന്റെ കൂടെ ചില ആളുകളുമാണ് ഈ ഒരു വിഷയത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്.
അത്യാവശ്യം ചില കാര്യങ്ങൾ ചോദിച്ചറിയാം, സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്താമെന്നാണ് കരുതുന്നത്. അപ്പോ സ്വാമിജി, നമ്മള് ഈ പരിപാടിയിലേക്ക്, ഇതിപ്പോ എവിടെ വെച്ചിട്ടാണ് ഈ പരിപാടി നടന്നത്, അതുപോലെ ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തേ എന്നൊന്ന് ആദ്യം ഒന്ന് പറയൂ. ഈ ബാലകൃഷ്ണൻ കമ്മീഷൻ നടന്നത് എറണാകുളത്ത് കളക്ടറേറ്റ് വെച്ചിട്ടാണ് നടന്നത്. നിങ്ങൾ ആരെല്ലാമാണ് പങ്കെടുത്തത്? സ്വാമി മാത്രമാണോ പങ്കെടുത്തത്, മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? തനിച്ചായിരുന്നോ? അല്ല, ഞാൻ തനിച്ചല്ലായിരുന്നു. ആശ്രമത്തിന്റെ ഭാഗത്തുനിന്നായിട്ട് ഞാനാണ് പങ്കെടുത്തത്. അതുകൂടാതെ തന്നെ രാധാകൃഷ്ണൻ IPS റിട്ടയർഡ് ആയത് അദ്ദേഹം ഉണ്ടായിരുന്നു. കൂടെ ദിവാകരൻ എന്ന് പറയുന്ന എഴുത്തുകാരനും ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ വിവിധ സമുദായങ്ങളുടെ ഈ സമുദായങ്ങളുടെ വിവിധ ദേശത്തുണ്ടായിരുന്നുള്ള ആളുകളും എല്ലാവരും തന്നെ അവിടെ ഉത്തരവാദിത്തത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ ഞങ്ങൾക്ക് നേരിട്ടുന്നൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാലകൃഷ്ണൻ കമ്മീഷൻ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് വെറും 3 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത്. അതായത് അവർക്ക് സമയം വളരെ കുറവാണെന്ന് കാരണത്താലാണ് അവർ സമയം വെറും 3 മിനിറ്റായിട്ട് വെച്ചത്. അതിനാൽ അവിടെ വന്നു ചേർന്ന വ്യക്തികൾക്ക് തന്നെ അവരുടെ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും അവരുടെ ഉത്കണ്ഠകളും എല്ലാം തന്നെ പൂർണ്ണമായി ബോധിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. സ്വാമി, ഇവിടെ നിങ്ങൾ ഈ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാൻ പറ്റിയിരുന്നോ, അതോ കമ്മീഷൻ എന്തെങ്കിലും വ്യവസ്ഥ പറഞ്ഞിരുന്നു, അത് ഇന്നത് പറയുക, ഇന്നത് ചോദിക്കുക, ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ ആ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നു? തീർച്ചയായും ഓരോരുത്തരും അവരവർക്ക് താല്പര്യം, അവരെ ഉത്കണ്ഠയെ കുറിച്ചിട്ട് അവരെ ഭാഷയിൽ അവര് പറയുന്ന സമയത്ത് കമ്മീഷൻ അത് തടഞ്ഞിട്ട് കമ്മീഷന്റെ പരിഗണനയിലുള്ള വിഷയത്തിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നായിരുന്നു. അങ്ങനെ 4 പോയിന്റുകളാണ് അവർ പറഞ്ഞിരുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്മീഷൻ പരിഗണന വിഷയങ്ങളിൽ ഒന്നാമത്തെ പോയിന്റ്, ചരിത്രപരമായി പട്ടികജാതികളിൽ ഉൾപ്പെട്ടതും എന്നാൽ ഭരണഘടനയുടെ അനുച്ഛേദനം 341 പ്രകാരം രാഷ്ട്രപതി കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ച ഉത്തരവുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളതല്ലാത്ത മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ളതായ പുതിയ ആളുകൾ പട്ടികജാതി പദവി അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നിലവിലുള്ള പട്ടികജാതി ലിസ്റ്റിന്റെ ഭാഗമായി പുതിയ വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്നത് വഴി നിലവിലുള്ള പട്ടികജാതിക്കാരുടെ മേൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്, നിലവിലുള്ള പട്ടികജാതിക്കാർക്ക് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തത് വഴി അവരുടെ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, സാമൂഹ്യമായും മറ്റു പദവികളിലും ഉണ്ടായ വിവേചനങ്ങളും അടിച്ചമർത്തലുകളിലൂടെ ഉണ്ടായ മാറ്റങ്ങളും അവർക്ക് പട്ടികജാതി പദവി നൽകുന്ന വിഷയത്തിൽ അതിന്റെ പ്രത്യേകതയും പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. നാലാമത്, കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ചും അതിന്റെ സമ്മതത്തോടും കൂടി കമ്മീഷൻ ഉചിതമായി കരുതുന്ന ഇതര വിഷയങ്ങൾ പരിശോധിക്കുക എന്നുള്ളത്. എന്നീ 4 വിഷയങ്ങളെ പ്രതികരിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു അവിടെ പറഞ്ഞത്. അത് 3 മിനിറ്റിനകം തന്നെ പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് എല്ലാവരും നേരിട്ടൊരു ആദ്യത്തെ ഒരു പ്രശ്നം. അതായത് 3 മിനിറ്റ് കൊണ്ട് ഈ ഇത്രയും 4 ചോദ്യങ്ങൾക്ക് വലിയ ഈ സമുദായങ്ങളെ സംബന്ധിച്ച വളരെ എന്താ പറയാ, ഒട്ടും ഒരു വാക്കിൽ ചുരുക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങൾ 3 മിനിറ്റ് കൊണ്ട് പറയുന്ന വലിയൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് അവിടെ ഏറ്റെടുക്കേണ്ടി വന്നത്. ഒരു കാര്യം, ഇവിടെ സംസാരിക്കാൻ 3 മിനിറ്റ് പോരാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര സർക്കാർ ഈ നിയമിച്ചിരിക്കുന്ന ഈ കമ്മീഷൻ, പ്രത്യേകിച്ച് ഈ പരിവർത്തിത ക്രൈസ്തവ സമൂഹത്തിൽ കൂടി ഉൾപ്പെട്ട ഒരാളാണ് ഇതിന്റെ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ, ഈ ഒരു കമ്മീഷനിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു നീതി ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം, പക്ഷെ അത് പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പൂർണ്ണമായ സംതൃപ്തി, എന്താ വെച്ചാൽ ഈ കമ്മീഷനിലൂടെ ഒരു പൂർണ്ണമായ സംതൃപ്തി ഇല്ല, എന്നാൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാമെന്നല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ ക്രൈസ്തവരെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ആ ഒരു രീതി രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പെടുത്താണ് ഈ ഒരു സമുദായം, SC ST സമുദായങ്ങൾ അസംഘടിതരാകുന്നത് കൊണ്ട്
ഇവര് സത്യത്തിൽ ആ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് പോകും. അപ്പൊ കമ്മീഷൻ അതുകൊണ്ടാണ് കമ്മീഷൻ നിങ്ങളെ സംസാരിക്കാൻ കൂടുതൽ അനുവദിക്കാതെ ഇരുന്ന് എന്നാണോ, അതോ കമ്മീഷൻ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കമ്മീഷൻ സമയം കുറയ്ക്കുന്നതിന്റെ സമയത്ത് അവർ പറഞ്ഞിരുന്ന കാരണം തിരുവനന്തപുരത്ത് നടന്ന കമ്മീഷന്റെ സമയത്തുള്ള ആളുകൾ പ്രമേയം പാസ്സാക്കുന്നത് വഴി അവർക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ സമയം വളരെ കുറവാണ്, അതുകൊണ്ട് 3 മിനിറ്റ് മാത്രമേ നിങ്ങൾ ഓരോരുത്തർ എടുക്കാവൂ എന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ 3 മിനിറ്റ് എന്നാൽ ശരി 3 മിനിറ്റ് സംസാരിക്കാം എന്ന രീതിയിൽ എല്ലാവർക്കും അത് പറയാൻ പറ്റിയോ എന്നുള്ളതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അത് 3 മിനിറ്റ് വളരെ കുറച്ചു പേർക്ക് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ അവര് പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ അത് വീണ്ടും അത് സമയം നഷ്ടപ്പെടുന്ന രീതിയിലായി. എന്നാൽ വ്യത്യസ്തമായ പോയിന്റുകൾ ഉണ്ട് എന്ന രീതിയിലുള്ളവർ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വ്യത്യസ്തമായ പോയിന്റുകൾ എന്നുള്ളത് ആളുകൾ വന്നിരിക്കുന്നവർ വ്യത്യസ്തമായ പോയിന്റുകൾ ഓരോന്നും പറയുന്നതിന്റെ സമയത്ത് തന്നെ അവർ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് നമ്മുടെ ഇപ്പം വന്നിരുന്ന രാധാകൃഷ്ണൻ IPS സാറ് തന്നെ, റിട്ടയർഡായ IPS സാറ് തന്നെ ഇതിനടുത്ത് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പ്രമേയം അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ അത് കൊണ്ടുവരുന്ന വേളയിൽ തന്നെ അവർ പറഞ്ഞ് SC STക്ക് ഉള്ള സമയം കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഓക്കെ, ഈ പ്രമേയം കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുമ്പോ ഈ ആശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, ആശ്രമം ഇതുമായി ബന്ധപ്പെട്ട പരിപാടി നടത്തിയിട്ടാലും പങ്കെടുത്ത് അവര് കൂടി തീരുമാനിച്ചൊരു പ്രമേയമാണോ, ഒന്നിൽ കൂടുതൽ ആളുകളുടെ തീരുമാനപ്രകാരമുള്ള പ്രമേയമാണോ, എന്താ അത്? അതെ, തീർച്ചയായും ഇത് ഞങ്ങളുടെ മാത്രമല്ല, ഈ ഒരു കൂട്ടായ്മയിലൂടെ, അത് മാതൃകുല ധർമ്മരക്ഷ ആശ്രമത്തിൽ കൂടിയ ഒരു കൂട്ടായ്മയിലൂടെ അവിടുന്ന് ചർച്ചകളിലൂടെ ഒരു ദിവസത്തെ പൂർണ്ണമായുള്ള ഒരു വലിയൊരു ചർച്ചകളിലൂടെ വിവിധ തരത്തിലുള്ള, അതായത് രാഷ്ട്രീയക്കാര്, എഴുത്തുകാര്, റിട്ടയർഡ് വലിയ ഉദ്യോഗസ്ഥന്മാര്, ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ആളുകള്, സാധാരണ വ്യക്തികള്, എസ്റ്റിപ്പെട്ട ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള അവിടുത്തെ മൂപ്പൻ, അതുപോലെ തന്നെ അവിടുത്തെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികള്, ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒട്ടനവധി ആളുകാർ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ ഒരു ചർച്ചയിലൂടെ, ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയിലൂടെ ഉണ്ടായ ഒരു തീരുമാനമാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് പ്രമേയമായിട്ട് ധരിപ്പിച്ചത്. ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഈ രാജ്യത്തെ ഏകദേശം 40 കോടിയോളം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രതിനിധികളാണ് ഈ പറയുന്ന ആളുകളെല്ലാം. ഇപ്പൊ സ്വാമിജി ആണെങ്കിലും ശരി, എല്ലാവരും 40 കോടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ മറ്റേ ചില മതരാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആ രാഷ്ട്രത്തിലെ ആളുകളോളം അംഗസംഖ്യയുണ്ട് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മൊത്തം ജനസംഖ്യ. അപ്പോ ഈ രാജ്യത്തെ കൃത്യമായി ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അടിത്തറയുള്ള അല്ലെങ്കിൽ അത്ര കണ്ട് ശക്തിയുള്ള ഒരു സമൂഹമാണ് 40 കോടിയോളം വരുന്ന SC ST സമൂഹം. ആദ്യം വരെ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് സംസാരിക്കാൻ വരുവാണെങ്കിൽ ആ കാര്യങ്ങൾ ഹിയറിങ്ങിന് വരുന്ന ഒരു കമ്മീഷൻ നിങ്ങൾക്ക് 3 മിനിറ്റ് തരുമ്പോൾ, ഇന്നലെ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് കുറെ ആളുകൾ സംസാരിച്ച് സമയം കളഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ജനാധിപത്യ ചിന്തകൾക്ക് വിരുദ്ധമാണ്. കാരണം അഭിപ്രായം കേൾക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള സമയം കണ്ടെത്തേണ്ടത് ഈ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഒപ്പം കമ്മീഷനെ നിയോഗിച്ച കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ എല്ലാ ആളുകളോടും ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സംഘടനകളുടെയോ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളുടേതായിരിക്കുന്ന പ്രതിനിധികളോട് ചോദിക്കുന്നത്. ആ പ്രതിനിധികളെ തന്നെ കേൾക്കാതെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, എങ്ങനെയായാലും കുഴപ്പമില്ല 10 വോട്ട് കിട്ടണം, എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണം കൃത്യമായി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു നിലപാടിൽ തന്നെയാണോ ഈ ഒരു പോക്ക് നമുക്ക് തോന്നിപ്പോവാണ്. കാരണം പങ്കെടുത്ത നിങ്ങൾക്കാണ് ഇത് അറിയുള്ളൂ. അപ്പോൾ ഈ 40 കോടിയോളം വരുന്ന ആളുകളുടെ സംസാരം കേൾക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ പ്രതിനിധികളുടെ സംസാരം കേൾക്കാൻ പോലും ഈ കമ്മീഷൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആകെയുള്ളത് നമുക്ക് എന്തെങ്കിലും ഒന്ന് എഴുതി സമർപ്പിക്കാം. പ്രമേയം പാസ്സാക്കാതെ എഴുതി സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് വായിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മലയാളത്തിലാണോ അല്ലെങ്കിൽ ഹിന്ദിയിലാണോ തമിഴിലാണോ ഏത് ഭാഷയിലാണ് കൊടുത്തത് നമുക്കറിയില്ല. അത് തന്നെ എത്രത്തോളം വായിക്കുന്ന അറിയില്ല. എന്താ വെച്ചാൽ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ പലപ്പോഴും അവർ ലക്ഷ്യത്തിലേക്കാണ് പോവുകയേ ചെയ്യുള്ളൂ. അതല്ല ഈ സമൂഹത്തെ രക്ഷിക്കണം, ഹിന്ദു സമൂഹത്തെ രക്ഷിക്കണമെന്ന്, അവിടെ ഹിന്ദു ആണോ അതോ അവരുടെ അധികാരമാണോ മുഖ്യം എന്നുള്ളത് വരുന്ന സമയത്ത് നമുക്ക് അറിയേണ്ടതാണ്. എന്നിരുന്നാലും ശരി, നിങ്ങൾ പ്രമേയം പാസ്സാക്കിയതോടെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ പ്രമേയം ഏത് ഭാഷയിലാണ് കൊടുത്തത്, എന്താണ് നിങ്ങളുടെ പ്രമേയത്തിൽ നിങ്ങൾ ഈ 4 പോയിന്റാന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ് മാത്രമാണോ പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും നിങ്ങളുടെ പ്രമേയത്തിൽ ഉണ്ടായിരുന്നു? അവിടെ കമ്മീഷന് നമ്മൾ അവതരിപ്പിച്ചത് മലയാളത്തിലല്ല, അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് സമർപ്പിച്ചത്. കാരണം മറ്റുള്ളവരൊക്കെ മലയാളികളല്ല എന്നുള്ളത് കൊണ്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ തന്നെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കി വെക്കുകയാണ് ചെയ്തത്.
ഇതില് പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ, നിങ്ങളുടെ പ്രമേയത്തിലെ പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? പ്രമേയത്തിലെ പോയിന്റുകൾ SC/ST നിന്ന് മറ്റു മതത്തിൽ പരിവർത്തനം ചെയ്തപ്പെട്ടപ്പോൾ അവർക്ക് തൊട്ടുകൂടായ്മ, സാമൂഹ്യ വിവേചനം, അസമത്വം എന്നിങ്ങനെയുള്ള സാമൂഹിക തിന്മകളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് പരിവർത്തനം ചെയ്ത ശേഷം അവർ സ്വതന്ത്രരാവുകയും സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അവരുടെ ആചാര രീതികളും അവരുടെ സംസ്കാരവും അവരുടെ ഭക്ഷണ രീതികളും എല്ലാം തന്നെ മുമ്പുണ്ടായിരുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ അവർ സാമൂഹ്യമായിട്ട് സാമ്പത്തിക നിലകളെല്ലാം മെച്ചപ്പെടുകയും മറ്റുമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ആർട്ടിക്കിൾ 25, 26, 27, 28, 29 എന്നിവയിലുള്ള ഭരണഘടനാപരമായി ഈ കൂട്ടം ആളുകളെ സംരക്ഷിക്കും, സുരക്ഷിതമാക്കുകയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ അത് വ്യക്തമാക്കുകയുണ്ടായി. SC/ST വളരെ മികച്ച ജീവിതം അനുഭവിക്കുന്ന ഈ ആളുകൾക്ക് പ്രത്യേക അവകാശ ഇളവുകളോ ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ അതിലൂടെ സൂചിപ്പിക്കുകയുണ്ടായത്. അതായത് ഈ SC/ST വിഭാഗങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ പരിവർത്തനം ചെയ്ത് മറ്റു മതങ്ങളിലേക്ക് പോയവരുടെ കാര്യമല്ലേ പറയുന്നത്? അപ്പൊ അവർക്ക് സംവരണം കൊടുക്കേണ്ടതില്ല, അവരൊക്കെ ഉന്നതിയിൽ കൈവരിച്ചു എന്ന് തന്നെയാണ് അവരുടെ അവകാശവാദം, അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ അതെ. ഓക്കെ. അപ്പോ നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ സ്വാമിക്ക് ഒരു സംശയം, സമൂഹത്തിനോടുള്ള ഒരു സംശയമാണ്. ഈ SC/ST വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമുക്കറിയാം, ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 341, 342 പ്രകാരം ഈ ആളുകളെ നിശ്ചയിക്കുമ്പോൾ ഇപ്പൊ പട്ടികജാതിക്കാരായാലും ശരി, പട്ടികവർഗക്കാരായാലും ശരി, ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും അവർ നിലവിലുള്ള ഹിന്ദു മതത്തിന്റെ സംവിധാനം, മതത്തിന്റെ ഗ്രന്ഥ സംവിധാനങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് പകൽ പോലെ ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ മതം മാറിപ്പോയവർ ക്രിസ്തുമതം സ്വീകരിച്ച ആളവര് ക്രിസ്തുവിനെ വിളിക്കുന്നു, അവന്റെ കുർബാനി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, പള്ളിയിലച്ചൻ, പള്ളി, കുർബാന, ക്രിസ്ത്യാനി, കന്യാസ്ത്രീ, പിന്നെ പോപ്പ്, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സംവിധാനമാണ് അവർക്ക്. ഇനി മുസ്ലിം മതത്തിലേക്ക് പോയവരാണെങ്കിലും തന്നെ അവർക്കും തന്നെ അള്ളാഹ് അല്ലെങ്കിൽ പ്രവാചകൻ, അവരുടേതായിരിക്കുന്ന പ്രവാചകന്മാര്, പിന്നെ അവരുടെ ഉസ്താദുമാര്, ഇങ്ങനത്തെ പള്ളി, അങ്ങനത്തെ ഒരു സംവിധാനമാണ് അവർക്ക്, മഹലും ഒക്കെ ആയിട്ടുള്ള സംവിധാനമാണ് അവർക്കുള്ളത്. അതായത് ആ രണ്ട് സംവിധാനമായിട്ട് ഒരു ഹിന്ദു മതത്തിന്റെ അകത്താണെങ്കിൽ തന്നെ ഹിന്ദുവിലെ ഈ ബ്രാഹ്മണീകൃതമായ സംസ്കൃതിയുടെ ഭാഗമല്ല ഈ ജനത എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സമൂഹം മതപരിവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ പൂർണ്ണമായി പോയവരാണ്. ആ പൂർണ്ണമായി പോയവരെ കുറിച്ചല്ല ഈ സംവരണ കാലഘട്ടത്തിൽ സംസാരിച്ചേ എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാകും. 1935 ഏകദേശം ആ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ തന്നെ പറയുന്നത് എന്താ വെച്ചാല്, ഈ മതം, ഈ അവരുടെ ക്രൈസ്തവർ എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ ക്രൈസ്തവർ എന്ന് പറയുന്നവരിൽ അവർ ആംഗ്ലോ ഇന്ത്യൻസും, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ക്രിസ്ത്യൻസും, അതുപോലെ തന്നെ ഈ ദേശത്ത് വന്ന ക്രിസ്ത്യൻസും, ഇങ്ങനെ 3 തരം ക്രിസ്ത്യൻസ്, അവർക്ക് ആർക്കും തന്നെ ഒരു സംവരണത്തിന്റെ ആവശ്യമില്ലാത്തത് അവരൊക്കെ ഉന്നതി കൈവരിക്കുന്നുണ്ട് ഒരു അഭിപ്രായം അന്നേ ഉണ്ട്. അതുകൊണ്ട് അവരത് പരിഗണിച്ചിട്ടില്ല. ഇനി മുസ്ലിം മതമാണെങ്കിൽ മുസ്ലിം മതത്തിന്റെ ആചാര്യന്മാര് പറയുന്നതും അവരെ ഗ്രന്ഥങ്ങൾ പറയുന്നതും, നിലവിൽ വ്യവസ്ഥയിൽ അവർക്ക് പലതും ഉണ്ടായിരിക്കാം, നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ആധികാരിക ഗ്രന്ഥങ്ങളാണ് അവരുടെ എല്ലാം. അപ്പൊ അവരുടേതായിരിക്കുന്ന ശരീരത്തോ മറ്റുള്ളതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ ജാതി വിവേചനം ഇല്ല എന്നാണ്. അതിന് ഉദാഹരണം പറയുക, ഒരു ബിലാലിനെയൊക്കെ ചേർത്ത് പിടിച്ച മുഹമ്മദ് നബീനെ പറയാം, കറുത്തവനായിരിക്കുന്ന ബിലാലിനെ ചേർത്ത് പിടിക്കുകയും മക്ക ഷെരീഫ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ പിടിച്ചെടുത്ത സമയത്ത് അതിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ബിലാലിനെ ഏൽപ്പിച്ചു എന്നാണ്. അപ്പൊ കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, കാട്ടറബി ആവട്ടെ, നാട്ടറബി ആവട്ടെ, എല്ലാവരും ഈ മതത്തിൽ തുല്യരാണെന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ ഇസ്ലാമിക മതത്തിൽ അപ്പൊ ജാതി ഉണ്ടാവില്ല. യേശുവിന്റെ മതത്തിലും അപ്പൊ ആശാരിയായിരിക്കുന്ന യേശു ഉണ്ടാക്കിയ മതത്തിലും ജാതി ഇല്ല. അവർ സ്ഥാപിച്ച സ്ഥിതിക്ക് അവിടെ ജാതി വിവേചനം ഇല്ല. എന്നാൽ ജാതി വിവേചനം അനുഭവിക്കുന്ന ഹിന്ദു സമൂഹത്തിലെ ഈ പറയുന്ന SC/ST ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയപ്പെടുന്ന ആ ആളുകളെയാണ് സത്യത്തിൽ സംവരണം കൊടുത്ത് ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ സംവരണം കൊണ്ടുവന്ന ആ കാലഘട്ടത്തിൽ. അപ്പൊ ഈ പറയുന്ന താഴ്ന്നു നിൽക്കുന്ന അവസ്ഥ ഒട്ടും വയ്യ എന്ന് പറഞ്ഞു പോയവരാണ് ഇപ്പോഴുള്ള ഈ സംവരണത്തിന് വേണ്ടി നിലവിളി കൂടുന്ന ആളുകളുടെ പൂർവികര്. അപ്പൊ അവരിതൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ വരുമ്പോ അവർക്ക് ഒരിക്കലും തന്നെ ഈ ഒരു സംവിധാനം, അപ്പൊ മതപരമായിട്ട് വിശ്വാസപരമായിട്ട് അവരൊരിക്കലും SC/ST വിഭാഗങ്ങളുടെ, ഇപ്പൊ ഹിന്ദു SC/ST വിഭാഗങ്ങളുടേതായിരിക്കുന്ന ആചാരാനുഷ്ഠാന പദ്ധതികൾ അല്ലല്ലോ പിൻപറ്റുന്നത്. കാരണം ഈ ഹിന്ദു മതത്തിന്റെ ബ്രാഹ്മണരുടെ മതമല്ല ഈ സമൂഹത്തിന്റെ എന്ന് പറയുമ്പോൾ ഇവർക്ക് പള്ളിയില്ല, പള്ളിയിലച്ഛനില്ല, ചർച്ചില്ല, മുസ്താദില്ല, അള്ളയില്ല, പ്രവാചകനില്ല എന്ന് പറയുമ്പോൾ ഇവർ ഈ പ്രകൃതിയുമായി റിലേറ്റഡ് ഉള്ള ദൈവങ്ങളും പിന്നെ പിതൃക്കളെ ആരാധിക്കുക, ബഹുദൈവങ്ങളെ, കല്ലിനെയും മരത്തിനെയും ഒക്കെ ആരാധിക്കുമ്പോൾ ബഹുദൈവങ്ങളെ ആരാധിക്കുക,
ഈ സംവിധാനമൊക്കെ ആവുമ്പോൾ മതപരമായി തന്നെ ഒരു വേറെ, അതായത് നമ്മളെ ST വിഭാഗത്തിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഭരണഘടനാപരമായി തന്നെ പറയുകയാണെങ്കിൽ അവരുടെ സംസ്കൃതി, അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങള്, അവരുടെ ജീവിത ശൈലി ഒക്കെമായി ബന്ധപ്പെട്ടാണ് ഒരാൾ എങ്ങനെ ട്രൈബ് ആകുന്നത് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് SC. ഇത് നമ്മുടെ പ്രസിഡന്റാണ് നിശ്ചയിക്കുന്നതെങ്കിൽ പോലീസിന് ആദ്യ കാലത്തിന്റെ സംവിധാനം ഉണ്ടായിരുന്നു, വെറുതെ നിശ്ചയിച്ചതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൾച്ചറിന്റെ ഭാഗമല്ലാത്ത ആളുകൾ അവിടെ നിന്നുകൊണ്ട് ഇത് വേണമെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഇപ്പൊ ഈ ഹിന്ദു മതത്തിലുള്ള ആളുകൾ എന്തായാലും അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക് ന്യൂനപക്ഷ സംവരണം ഉണ്ട്. ഇപ്പൊ മുസ്ലിംസിനൊക്കെ 12% സംവരണമൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ വരുമ്പോൾ ലാറ്റിൻ കത്തോലിക്ക് 4% അപ്പൊ അങ്ങനെ അവർക്ക് ഇഷ്ടംപോലെ സംവരണങ്ങളുണ്ട്. അപ്പൊ ഈ അവർ ഇവിടുത്തെ SC ST സംവരണം അവർക്ക് കൊടുക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ സ്വാമിക്ക് തന്നെ കാണാം, ഇവിടുത്തെ ഹിന്ദു മതത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ന്യൂനപക്ഷ സംവരണം കൂടെ വേണമെന്നാണ് ആവശ്യപ്പെട്ടുകൂടായിരുന്നു. അല്ലെങ്കിൽ അവർ തിരിച്ച് ഇങ്ങോട്ട് വരണ്ടേ? കാരണം ആ മതവും ഈ മതവും തമ്മിൽ ബന്ധമില്ല, ആചാരാനുഷ്ഠാനങ്ങളും ബന്ധമില്ല. അപ്പൊ അവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഈ കാരണവന്മാരെ വിളിക്കുന്ന നമ്മളുടെ മതത്തിലെ, ഇത് നമ്മുടെ മതമാണ്, SC ST എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പരമ്പരാഗത ആദിധർമ്മം പിൻപറ്റുന്ന ആളുകളുടെ വിശ്വാസം വേറെയാണ്. ആ വിശ്വാസത്തിൽ കൂടി ഉൾപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെടുക കാരണം കേവലം മറ്റൊന്നല്ല, ഇവരുടെ കൾച്ചർ വേറെയാണ്. ഈ കൾച്ചറിനെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഇവർക്ക് അസ്പൃശ്യത കൽപ്പിച്ചത്. അതാണ് ഡിപ്രസ്ഡ് ക്ലാസ് ആയിട്ട് മാറ്റി നിർത്തിയത്. അപ്പൊ അസ്പൃശ്യത കൽപ്പിക്കാൻ ഒരു പ്രധാന കാരണം ഇവർ മറ്റുള്ളവരുടെ ആചാരം, മുസ്ലിങ്ങൾ ഈ പറഞ്ഞ കാഫിറുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പഞ്ചമർ, അധകൃതർ, ചണ്ടാളർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഈ സമൂഹം മതപരമായി തന്നെ മറ്റൊന്നായതുകൊണ്ടാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ തൊടിയിലും തീണ്ടലിലും അപ്പുറം മാറി നിൽക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ ആചാരവിശ്വാസങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. ആ പ്രധാന ഘടകമാണെന്ന വിഷയം നിങ്ങൾക്ക് കമ്മീഷൻ മുൻപാകെ അവതരിപ്പിക്കാൻ പറ്റുകയോ, ഇനി അത് അങ്ങനെയാണെങ്കിൽ ആ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് സംവരണം കൊടുക്കണമെങ്കിൽ തിരിച്ചവർ ഇങ്ങോട്ട് വരട്ടെ എന്ന രീതിയിൽ വളരെ മുഖ്യമായിരിക്കുന്ന ഈ വിഷയത്തെ കുറിച്ച് കേവലം ഇപ്പോൾ സംസാരിച്ചത് ഭരണഘടന 341 കുറിച്ചിട്ടും, അല്ലെങ്കിൽ അവർക്ക് സംവരണം കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സാമൂഹികമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഈ കമ്മീഷൻ ചോദിക്കുമ്പോഴും ഈ കമ്മീഷൻ മുമ്പാകെ ഈ വ്യക്തമായി, കാരണം ഇത് കേവലം ഒരു സാമൂഹിക വിഷയം മാത്രമല്ല, എല്ലാവരും ധരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പരമ്പരാഗതമായിരിക്കുന്ന ഈ താഴ്ത്തപ്പെട്ട സമൂഹം താഴ്ത്തപ്പെട്ടതായിട്ട് ഇവിടുത്തെ ബ്രാഹ്മണ മതം കൽപ്പിക്കാൻ കാരണം വേറെന്തോ ആണ് എന്നാണ്. എന്നാൽ അതല്ല, തീർച്ചയായും അത് മതപരമായ കാഴ്ചപ്പാടാണ്. ഒരു മുസ്ലിമിന് ഹിന്ദുവിനോടും ഒരു ക്രൈസ്തവന് മുസ്ലിമിനോടും ഹിന്ദുവിനോടും തോന്നുന്ന അതേ ഭാഗം എന്താണ്, അവരുടെ ആചാരവിശ്വാസങ്ങൾ പിൻപറ്റാത്തവർ അധികാരം ഉപയോഗിച്ചിട്ട് മുസ്ലിം ഭരണമുള്ള പ്രദേശത്ത് മറ്റു മതങ്ങൾക്ക് എപ്രകാരമായിരിക്കും ഒരു പരിഗണന, അതുപോലെ തന്നെ ക്രൈസ്തവ മതമുള്ളവർക്ക് എങ്ങനെയായിരിക്കും മറ്റു മതങ്ങൾക്ക് ഒരു പരിഗണന എന്ന പോലെ ബ്രാഹ്മണ മതാധികാരം ഉണ്ടായിരുന്ന സമയത്ത് അവർ അവരുടെ മതഗ്രന്ഥങ്ങളെയോ മതാചാരങ്ങളെയോ അംഗീകരിക്കാതെ ആ രീതിയിൽ സഞ്ചരിച്ച ആളുകളെയാണ് അസ്പൃശ്യരായി കൽപ്പിച്ചുകൊണ്ട് നീതി നിഷേധിച്ചുകൊണ്ട് മൃഗത്തെക്കാൾ ക്രൂരമായി പീഡിപ്പിച്ചതിന് കാരണം ഇതാകുമ്പോൾ തന്നെ മതത്തിന്റെ ഭാഗമാണ് SC ST എന്ന ഒരു വിഷയമുണ്ട്. ഇത് SC ST എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ ഒരു മതം തന്നെയാണ്. പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരു മതമാണ്, അല്ലാണ്ട് അതൊരിക്കലും കേവല ജാതിയല്ല. ഒരു മറ്റുള്ള സമുദായങ്ങളെക്കാൾ മറ്റൊരു മത സംവിധാനമാണ് ഹിന്ദു മതത്തിന്റെ കൃത്യമായ ഡിനോമിനേറ്റ് ആണ്. ഹിന്ദു മതത്തിൽ ബ്രാഹ്മണ മതത്തോളം തുല്യതയുള്ള സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡിനോമിനേറ്റിന്റെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ പിൻപറ്റാത്തവർ എങ്ങനെ മറ്റു മതത്തിൽ നിന്നുകൊണ്ട് ഈ മതത്തിന്റെ ചോദിക്കും? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആദിമ മതക്കാർക്ക് അവിടെയുള്ള ന്യൂനപക്ഷ സംവരണവും ചോദിക്കാമല്ലോ. അപ്പൊ കമ്മീഷൻ മുമ്പാകെ ഈ ഒരു മതാചാര പ്രകാരമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചിരുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയോ എന്നാണ് നമ്മുടെ ചോദ്യം. കമ്മീഷൻ പറഞ്ഞ പോയിന്റുകൾ വെച്ചിട്ട് ഈ സംവരണം വേണം എന്ന് പറയുന്ന മുസ്ലിം മതത്തിലെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലെ ദളിത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ദളിത് മുസ്ലിം എന്ന് പറയുന്ന വ്യക്തികള് ആചാര അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ മാറാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് സംവരണം വേണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അവിടെ നിന്നിട്ട് തന്നെ സംവരണം വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ SC ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സംവരണം ലഭിച്ചിരിക്കുന്നത് കേവലം അവർ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ വരാൻ വേണ്ടി മാത്രമല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു വേദിക് ഹിന്ദു അല്ല, നമ്മൾ ഹിന്ദുസ്ഥാനിലായതുകൊണ്ടുള്ള ഹിന്ദുസ്ഥാനി ഹിന്ദുക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ, അത് SC ST പാരമ്പര്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളും പാരമ്പര്യ സത്വവും അതിന്റെ സംസ്കാരവും വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും അതിനെ ഉയർത്താനും കൂടി വേണ്ടി ഉതകുന്ന രീതിയിലുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ള സംവരണം കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ ആ സ്ഥിതിക്ക് ഈ സംവരണം എങ്ങനെ അവിടെ നിന്നുകൊണ്ട് നിൽക്കുന്ന അവിടുത്തെ ആചാരങ്ങൾ ഈ മുസ്ലിം മതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും പൂർണ്ണമായിട്ടും
ആ ഒരു സെമിറ്റിക് മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പിൻപറ്റി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ഉന്നതിക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികൾക്ക് എങ്ങനെ ഇതിന്റെ സംവരണം കൊടുക്കാനാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഉത്കണ്ഠ. ഈ ഭാരതത്തിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉത്കണ്ഠ ഈ ഒരു സംഭവം തന്നെയാണ്. അല്ല, അത് ഈ വിഷയം നിങ്ങൾക്ക് കമ്മീഷൻ മുമ്പായ നിങ്ങൾ മറ്റു വിശ്വാസം ഇപ്പൊ തന്നെ നമുക്ക് വലിയ ഖേദമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹിന്ദു എന്ന് പറയുമ്പോൾ അതിന്റെ അവിഭാജ്യ ഘടകമാണ് ഇവിടുത്തെ താഴ്ത്തപ്പെട്ടവർ ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് മഹാത്മാഗാന്ധി പോലും പറഞ്ഞത്. അങ്ങനെയുള്ള ഈ സമൂഹത്തിന് ഒരു വിഷയം വന്നപ്പോൾ, വളരെ ഗൗരവമുള്ള ഒരു വിഷയം, പ്രത്യേകിച്ച് ഭരണ സംവിധാനത്തിൽ പോലും ന്യൂനപക്ഷങ്ങൾ ചേക്കേറുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ട് പോലും ഹൈന്ദവ സംഘടനകൾ, മുഖ്യധാര ഹൈന്ദവ സംഘടനകൾ മറ്റെല്ലാ വിഷയത്തിലും സംസാരിക്കുമ്പോൾ, ശബരിമലയിലെ ആചാര വിഷയങ്ങളിൽ സംസാരിക്കുന്നു, ഏതെങ്കിലും കാലുകഴിച്ചൂട്ടിന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ രാമായണത്തിന്റെ ഒരു ഗ്രന്ഥമായിരിക്കുന്ന രാമായണത്തിന്റെ പുരാണ കഥകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു, അത്തരത്തിലൊക്കെ സംസാരിച്ചിട്ട് പല പല വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഹൈന്ദവ സംഘടനയിൽ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാതെ മുഖ്യധാരയിൽ സംസാരിക്കാതിരുന്നതിന് പ്രധാന കാരണം അവർ ഹിന്ദു എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ ഹിന്ദുക്കളെ തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കണം. അവരുടെ ആ ബ്രാഹ്മണ ഹിന്ദുത്വം പൂർണ്ണമാകുന്നതിന് വിലങ്ങുതടിയാണ് പട്ടികജാതി പട്ടികവർഗക്കാർ എന്നവർ അവർ കരുതുന്നുവോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നു. അതുകൊണ്ടാണോ അവർ ഈ വിഷയം സംസാരിക്കാതിരുന്നേ? അല്ലെങ്കിൽ അവർ ഈ വിഷയത്തിൽ നിങ്ങളോട് പൂർണ്ണമായും നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വലിയൊരു വിഷയമായിക്കൊണ്ട് സമൂഹത്തിൽ സമാജത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. എന്നാൽ മുഖ്യധാര ഹൈന്ദവ സംഘടനകളുടെയോ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ ഈ വിഷയം ആരും സംസാരിക്കുന്നത് കേട്ടില്ല. അവരുടേതായിരിക്കുന്ന ചാനലുകളോ പത്രങ്ങളോ ഈ വിഷയത്തെ ഗൗരവമായി എടുക്കുന്നത് കണ്ടില്ല. അതായത് അവരുടേതായിരിക്കുന്ന ആ ഒരു മതം, ബ്രാഹ്മണാധിപത്യ മതത്തെ, ചാതുർവർണ്ണ്യ മതത്തെ സ്ഥാപിക്കുമ്പോൾ അതിനൊരു വിലങ്ങുതടിയാകുന്നത് കൊണ്ട് തന്നെ ആദിമരെ ഭിന്നിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു വിഷയത്തിൽ അവർ മിണ്ടാതിരുന്നേ? ഇത് നമുക്കൊരു സംശയം. അതുകൊണ്ട് ഈ ഒരു നമ്മുടേതായിരിക്കുന്ന സ്വത്വത്തെ അംഗീകരിക്കാൻ ഇപ്പോഴും ഈ ബ്രാഹ്മണ കേന്ദ്രീകൃത, ബ്രാഹ്മണ ജാതിയല്ല ഒരു മേൽക്കോയ്മ സിദ്ധാന്തം, ആ അംബേദ്കർ പറഞ്ഞ ആ സിദ്ധാന്തത്തിന്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് തന്നെയാണോ ഇപ്പോഴും ഈ പറയുന്ന ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ടാണോ ഇവരിതിനോട് ഇവർ ഇതിനു വേണ്ടി സംസാരിക്കാതിരുന്നേ? അപ്പോൾ കാര്യത്തോട് അടുക്കുമ്പോൾ മാത്രമാണോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി മാത്രമാണോ ഇവർ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഹിന്ദു എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നത്? അതല്ല, ഇവർക്ക് നമ്മുടെ ആവശ്യം വരുമ്പോൾ അതില്ല. ശബരിമല നമ്പൂരിപ്പാടിന്റെ പൂണൂല് പൊട്ടിയാൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സവർണ ജാതിക്കാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനോടൊന്ന് ചേർന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അവർ അത്തരം ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ആളി കത്തിക്കുക എന്നല്ലാതെ നമ്മുടെ ഈ ആദിമ ഹിന്ദുക്കളുടെ വിഷയത്തിൽ ഇവർക്കൊരു താല്പര്യം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ സ്വാമിയുടെ ഏകദേശം ഈ ഒരു വിഷയവുമായി ആ ഒരു കമ്മീഷൻ മുമ്പാകെ സ്വാമിജി പോയപ്പോൾ സ്വാമിജിക്ക് തോന്നിയത് എന്താണ്? ഇവരുടെ നിലപാടുകൾ എന്താണ് സ്വാമിക്ക് തോന്നിയത്? നമുക്ക് ഉറപ്പിച്ചു പറയാൻ ആർക്കും പറ്റില്ല, കാരണം രംഗത്ത് ഇവർ വന്നിട്ടില്ല, കാരണം അവരാണ് പറയേണ്ടത്. കമ്മീഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പൊതുവെ അവിടെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞത് അതൊരു പ്രഹസനം പോലെയാണല്ലോ നമ്മൾക്ക് അനുഭവപ്പെട്ടെന്ന രീതിയിലാണ് മിക്കവരും അതിനുള്ള അഭിപ്രായം പറഞ്ഞത്. അത് മാത്രമല്ല, സംഘടനകൾ എത്രത്തോളം ഹിന്ദു സംഘടന പറയുന്നവര് ആരും തന്നെ ഇതിനെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് ശരിയായ രീതിയിൽ സപ്പോർട്ട് കൊടുത്തു എന്നുള്ളതിൽ നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് അവർ ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു സവർണ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ അവരുടെ ഒരു ചിന്താഗതിയിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു സംരക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ കാര്യത്തിലും കൊടുക്കുന്നത്. കാരണം ഈ ഹിന്ദുവിലും തികച്ചും ഈ സവർണരെയും അല്ലാത്തവരും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്ന അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് പല പല വിലക്കുകളും അങ്ങനെ പല പല പ്രശ്നങ്ങളും നേരിടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് സംസ്കാരവും പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുപോയിട്ട് മുന്നോട്ട് പോകുന്നതിന് പലപ്പോഴും വിലങ്ങുതടിയായിട്ടും പല രീതിയിലായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അവർ യാതൊരു വിധത്തിലുള്ള സംഘടനകൾ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അത് ഈ ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്തതായിട്ട് നാം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഹിന്ദു സംഘടനകളെല്ലാം തന്നെ ഹിന്ദു മതം എന്ന് പറയുന്നത് സവർണ രീതിയിലുള്ള ചിന്താഗതി, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ് ശരി, അതാണ് യഥാർത്ഥ ശരി എന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനകളും നമ്മളെ ശരിയായ രീതിയിൽ നമ്മുടെ സംസ്കാരത്തെയോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ സംരക്ഷിക്കാനോ അതിനെ ഉയർത്തിക്കൊണ്ടുപോകാനോ ഉന്നതിയിലേക്ക് എത്തിക്കാനോ അതോടുകൂടി അതിലൂടെ നമ്മുടെ SC/ST പെട്ട ജനങ്ങൾക്ക് വളരെ നല്ലൊരു ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ടോ എന്നുള്ളത് വെച്ചാണെങ്കിൽ അത് സഹകരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
ഓക്കെ സ്വാമി, അപ്പൊ ഒരു കാര്യം, അപ്പൊ ഇങ്ങനെ ഇവരുടെ കൂടി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഈ കമ്മീഷൻ മുമ്പാകെ ഈ വിഷയം അവതരിപ്പിക്കാമായിരുന്നു. കാരണം കൃത്യമായ ഒരു ഹിന്ദു സംഘടനയുടെ ഒരു കൃത്യമായ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അവര് സപ്പോർട്ട് പറഞ്ഞാൽ നമ്മളാരും അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഹിന്ദു സംഘടന എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ വിഷയങ്ങളിൽ ഒരു ബ്രാഹ്മണ സംഘടനകളും അല്ലെങ്കിൽ ബ്രാഹ്മണരും അവിടെ പോയി ചോദിച്ചിട്ടല്ല ഇവർ ഈ വിഷയം. ഇപ്പൊ രാമായണം വിമർശിക്കപ്പെടുമ്പോൾ ഒരിക്കലും വാത്മീകി അവിടെ പോയിട്ട് അല്ലെങ്കിൽ എഴുത്തച്ഛൻ അവിടെ പോയിട്ടോ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ ഗ്രന്ഥത്തെ പറയുന്നത് കൊണ്ടല്ല ഇവർ വിഷയം ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പട്ടികജാതിക്കാർ ഹിന്ദുക്കളാവുമ്പോൾ അത് പോയി പറയേണ്ട ആവശ്യമില്ല. സമൂഹത്തിന്റെ മൊത്തത്തിലാണെങ്കിൽ ഇവർ ഈ വിഷയം ഗൗരവമായിട്ട് എടുക്കണം. കാരണം ന്യൂനപക്ഷമാണ് അധികാരത്തിലേക്ക് വരുന്നത്. ന്യൂനപക്ഷ അധികാരത്തിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷ ഹിന്ദുവിന് പലത് നഷ്ടപ്പെടും. അത് മോദി ഭരിച്ചാൽ പോലും അവരെ നിയന്ത്രിക്കുന്ന സംവിധാനം ന്യൂനപക്ഷമാകുമ്പോൾ മോദിക്ക് അതേ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മൗനം ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്തോ, ഇവരൊക്കെ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ വിഷയത്തിൽ ഈ കേരളത്തിലെ പട്ടികജാതി, മറ്റുള്ള സംസ്ഥാനങ്ങൾ നമുക്കറിയില്ല, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷൻ മുമ്പാകെ പരിവർത്തിത ക്രൈസ്തവനായിരിക്കുന്ന ഒരു വ്യക്തി, പേര് നോക്കിയിട്ട് കാര്യമില്ല, മുൻകാലങ്ങളിലെ പേരൊക്കെ ജോർജോ അവനെന്തൊക്കെയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, അത്തരം ഒരു ആളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഒരു കമ്മീഷൻ മുമ്പാകെ ഈ വിഷയം അവതരിപ്പിക്കാൻ ഇവരെന്തുകൊണ്ട് ഈ പറയുന്ന സമൂഹങ്ങൾക്ക് കൂട്ടുനിന്നില്ല? അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം ശക്തമായി ഊന്നി പറയണം, ഹിന്ദുത്വത്തിൽ നിന്നുകൊണ്ട്. കാരണം അവർണരുടെ, ഈ ചണ്ടാളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഡിസ്പ്രസ്ഡ് കാസുകളായിരിക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിമ ഹിന്ദുക്കളുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഈ ഹിന്ദു സംഘടനകളുടെ കൂടി പങ്കാളിത്തത്തോടെ അല്ലെങ്കിൽ സപ്പോർട്ടോട് കൂടി അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം ഊന്നി പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടി ഈ പറയുന്ന സവർണ ഹിന്ദുയിസത്തിന്റെ ഭാഗമായി കൂടി മുഖ്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഹിന്ദു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഒരു സംരക്ഷണം ലഭിച്ച അവരുടെ സംവരണം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകുമായിരിക്കാം എന്നൊരു എന്താ പറയുക, ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഹിന്ദു സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇതിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമായിരിക്കും. അത് നിങ്ങൾക്ക് പറയാമായിരുന്നു, ആചാരവിശ്വാസങ്ങളെ കുറിച്ച് പറയാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അവർ വരാതിരുന്നത് ഇത് പറയാതിരിക്കാനും ഈ ആദിസ്വത്വം വളരാതിരിക്കാനുമാണെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് വന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു, വരാത്തതിന് കാരണം ഈ ആദിസ്വത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആദിമരുടെ മുന്നേറ്റം ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആചാരാനുഷ്ഠാന രീതിയിലും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അതിന്റെ ഒരു കൾച്ചർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇവര് ശരിയായ രീതിയിൽ നമ്മള് ആരും തന്നെ യാതൊരു സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് തികച്ചും ഒരു വോട്ടിംഗ് രീതിയിലാണ്. അതായത് ഒരു ഹിന്ദു എന്ന രീതിയിൽ നമ്മള് അവരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടി നിർത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് മാത്രമാണ് കാണുന്നത്. എന്നാൽ നമ്മളോട് ശരിയായ രീതിയിൽ, നമ്മൾ കാതലായ രീതിയിലുള്ള നമ്മുടെ ഒരു താല്പര്യം, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ ഉയർത്തുക എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള സമീപനവും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദു മത സംഘടനകളിൽ നിന്നോ നമുക്ക് ഹിന്ദു മത സംഘടനകളിൽ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സത്യം. അവരുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണോ ഇവർ പങ്കെടുക്കാതെ ഇരുന്നത്? അതിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട്, മതാചാര വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് കമ്മീഷൻ മുമ്പാകെ സംസാരിക്കാൻ സമയം കണ്ടെത്താമായിരുന്നോ എന്നാണ് നമ്മളുടെ ചോദ്യം. ആ ഒരു കാഴ്ചപ്പാടുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ചോദ്യം അവിടെ പോയവർക്ക്. തീർച്ചയായും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മുന്നിലോട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അവര് വന്നില്ല. അപ്പൊ വരാത്തതിന് കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എന്തായാലും ആൾക്കാരെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ സംസ്കാരം പൂർണ്ണമായി ഇല്ലാണ്ടാക്കി ബ്രാഹ്മണ കേന്ദ്രീകൃത, ബ്രാഹ്മണ മേൽക്കോയ്മ സിദ്ധാന്തപരമായിരിക്കുന്ന ഹിന്ദുമതം മാത്രം മതി. കാരണം നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ, കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന വിഭാഗങ്ങൾ പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു എന്ന് പറഞ്ഞതിന്റെ 99.99% ആളുകളുടെ ആചാരവിശ്വാസങ്ങൾ പരമ്പരാഗതമായ താന്ത്രിക, ആദിതന്ത്ര, ആദിമാർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ആചാരങ്ങൾക്ക് ഒരു തരത്തിലും 1% പോലും ഒരു പ്രചാരണമോ ഒരു അംഗീകാരമോ ചേർത്ത് നിർത്തലോ ഉണ്ടാകാതെ
ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ തന്നെയാണ്, ആവശ്യത്തിന് ചേർത്ത് നിർത്തുക അല്ലാണ്ട് മറ്റൊരു തരത്തിലും ഇവരുടെ മുഖ്യാചാര്യന്മാരായിട്ട് ഇവർ ഈ വൈദിക ബ്രാഹ്മണ ആചാര്യന്മാരെ ഉൾക്കൊള്ളുന്നു എന്നല്ലാതെ സ്വാമിജിയെ പോലുള്ള ആൾക്കാരെയൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഇല്ലാതെ ഇരിക്കുകയും ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയം രാഷ്ട്രത്തിൽ ഭൂരിപക്ഷ ഹിന്ദുവിൽ ഏകദേശം നല്ലൊരു മുഖ്യമായ പേഴ്സൻറ്റേജ് ഉള്ള ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് മതപരിവർത്തനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, അങ്ങനെ ഇരിക്കുമ്പോൾ അംഗസംഖ്യ കുറയുമെന്ന് ഒരു പൂർണ്ണമായ ബോധ്യം ഉണ്ടായിട്ടും ഈ ജനതയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അവരുടെ മാധ്യമങ്ങളിൽ ഇപ്പോ ഏതോ മുസ്ലിം പത്രത്തിൽ ഏതോ ഒരാള് എന്തോ രാമായണം എഴുതി എന്ന് പറയുമ്പോൾ എന്തിനവിടെ എഴുതി എന്ന് ചോദിക്കുന്ന ആളുകൾ ഹിന്ദുക്കൾക്കൊരു വിഷയം ഉണ്ടായിട്ട് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ തന്നെ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് പത്രത്തിൽ രേഖപ്പെടുത്താതെ അവരുടെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാതെ അവരത് മിണ്ടാതെ ഒളിപ്പിച്ചു വെച്ചു എങ്കിൽ അവര് ഉദ്ദേശിക്കുന്നതാവുന്നത് കൊണ്ട് എന്താണ്? അപ്പൊ നമ്മൾ ഈ സത്യത്തിൽ ഈ സമൂഹം ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി എന്താണ് വേണ്ടത്? ഇവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിപ്പിക്കണമെങ്കിൽ എന്തായാലും ഹിന്ദു സംഘടന, ഹിന്ദു സമാജം എന്ന് പറയുമ്പോഴും അവരെ ഉൾക്കൊള്ളുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു നേതൃത്വം ആചാര്യന്മാരും ഉൾക്കൊള്ളുന്നത് ഈ ബ്രാഹ്മണ കേന്ദ്രീകൃത ആചാരങ്ങൾ, ബ്രാഹ്മണ എന്ന് പറയുമ്പോൾ കർമ്മബ്രാഹ്മണ്യം പറയുമ്പോഴും മുഖ്യധാര വേദിയിൽ എത്തുമ്പോൾ അവിടെ ജാതി ബ്രാഹ്മണന് തന്നെയാണ് പ്രാധാന്യം എന്നുള്ളത് നമുക്ക് പോലും അനുഭവമുള്ളതാണ്. സ്വാമിജിയും പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് മുഖ്യധാരയിൽ എത്തുമ്പോൾ ജാതി ബ്രാഹ്മണനാണ് പ്രാധാന്യം, ജാതി ബ്രാഹ്മണനോ സവർണ ഹിന്ദു സന്യാസിമാർക്കോ ആണ് പ്രാധാന്യം എന്നുള്ളത് മുഖ്യധാരയിൽ നമ്മൾ എല്ലാവരും കാണുന്നതാണ്. സ്വാമിജിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഇത്തരം ആളുകൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇനി ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ സമൂഹം ആരുണ്ട്? നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്, നമ്മൾ ആദിമ ഹിന്ദുക്കളാണ്. നമുക്ക് ശേഷമാണ് മറ്റുള്ള സംസ്കൃത പ്രകൃതിയും പ്രകൃതി ആരാധകരും ആദിഗോത്ര സംസ്കൃതികൾ, അതുപോലെ തന്നെ പ്രാകൃതമായിരിക്കുന്ന ആചാരാനുഷ്ഠാന പദ്ധതികളും ഒക്കെയുള്ള ഒരു നാണവും മാനവും ഇല്ലാതെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കല്ലിനെയും മണ്ണിനെയും ഒക്കെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവർ, അതിന് ശുദ്ധാശുദ്ധ ഭേദം കൽപ്പിക്കാതെ എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നവർ, പ്രകൃതിയിൽ മറ്റു ജീവജാലങ്ങൾ കഴിക്കുന്നത് പോലെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നവർ, ആ ഒരു പുരോഗമനത്തിന്റെ ഭാഗമായി പാകം ചെയ്ത് കഴിക്കേണ്ടതിന് അഗ്നി കണ്ടെത്തിയോടുകൂടി അഗ്നിയിലൂടെ പാകം ചെയ്ത് കഴിക്കുന്ന ആദ്യ സംസ്കാരം, ആ ഒരു സംസ്കാരത്തെ തേടിയെടുത്തവർ, ഇങ്ങനെയുള്ള ആളുകളാണ് ഹിന്ദു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ആ ഹിന്ദു ഉണ്ടെങ്കിൽ ആ ഹിന്ദു ആദിമ ഹിന്ദു ആകുമ്പോൾ യഥാർത്ഥ ഹിന്ദു ആദിമ ഹിന്ദു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സവർണ ബ്രാഹ്മണിക്കൽ ചിന്താപത്തി, ഹെജിമണി എന്നൊക്കെ ഇന്നിപ്പോ അവരാളുകള് ബ്രാഹ്മണ ഹെജിമണിയായിട്ട് മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അവരാദ്യം സ്വയം ഒന്ന് വിമർശനാത്മകമായിട്ട് അവരൊന്ന് സ്വയം വിചാരം ചെയ്യണം. അവർ ചെയ്യുന്നത് ശരിയാണോ? അവർ എത്രത്തോളം സത്യസന്ധമായിട്ട് ഇവിടുത്തെ ആദിമ ഹിന്ദുക്കളെ ചേർത്ത് നിർത്താനും അവരുടെ ആചാരങ്ങളെ പ്രകീർത്തിക്കാനും ഉൾക്കൊള്ളാനും രാമായണത്തിന് കൊടുത്ത പ്രാധാന്യം. ചില ആളുകളൊക്കെ പറഞ്ഞ രാമായണം വായിച്ചിട്ട്, അല്ലെങ്കിൽ രാമായണത്തിലാണ് അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഇവർക്കൊക്കെയുള്ള എന്താ പറയാ പ്രാധാന്യത്തെ കുറിച്ച് ആളുകൾ അറിയുന്നതാണ്. സ്വാമിജിക്ക് അറിയുമായിരിക്കും. എന്താ ഗുരു ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്റെ അപ്പൻ തനുഗുരുവാണ് ഗുരുവേ, തന്റെ അപ്പൻ തനുഗുരുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം, അതുപോലെ തന്നെ എന്റെ തിരുമനസിൽ കുടിയിരുത്താനിരിക്കണ് പെറ്റമ്മ മാതേവി ഗുരുവാണ് ഗുരുവേ, പെറ്റമ്മ മാതേവി ഗുരു എന്റെ തിരുമനസിൽ കുടിയിരുത്താനിരിക്കണ്, ഇളയപ്പൻ ഗുരുവാണ് ഗുരുവേ, അവരുടെ വലിയേട്ടൻ ഗുരുവാണ് ഗുരുവേ എന്നൊക്കെ പറയുമ്പോ ഏട്ടനും അച്ഛനും അമ്മയും ഏടത്തിയമ്മയും ഒക്കെ ഗുരുവാണ് എന്ന് പഠിച്ചത് ഈ രാമായണം വായിച്ചിട്ടല്ല ഇവിടുത്തെ ആദ്യം വരെ. അത് എന്താണെന്ന് പോലും അറിയില്ല. രാമനും സീതയും ഒന്നും ആ അർത്ഥത്തിൽ ഇവര് പറയുന്ന രാമനെയും സീതയും അയോധ്യയെന്നും നമ്മുടെ ആളുകൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ നാടൻ ചൊല്ലോട് കൂടിയിട്ടുള്ള ഈ സംസ്കൃതമോ വഴങ്ങാത്ത മലയാളമോ വെച്ചുകൊണ്ട് ഈ പറയുന്ന തത്വസംഹിതകളെ അല്ലെങ്കിൽ ഈ നീതിയെ, ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന പച്ച മലയാളത്തിലും നാടൻ മലയാളത്തിലുമുള്ള ഈ വാക്കുകളെ കൊണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ഓരോ ഭാഷയുണ്ടായിരിക്കും, ആ പ്രാദേശിക ഭാഷ കൊണ്ട് എന്തുകൊണ്ട് ഈ ആളുകൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ ഒരു ആചാര്യ പാരമ്പര്യത്തെ, അങ്ങനെ ഒരു ഗുരുപരമ്പരയെ അവരെടുത്തു വെക്കുന്നില്ല. അവരെടുത്തു വെക്കുന്നെങ്കിൽ മനുഷ്യന് ഇപ്പോൾ പോലും മനുഷ്യന്മാർക്ക് പൂർണ്ണമായി അറിയാത്ത ഭാഷയും ഭാഷാപ്രയോഗങ്ങളും പഠിക്കണ്ട എന്നല്ല, അങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഇവർ ഇത്തരം വിഷയത്തിൽ മൗനം ഭജിക്കുന്നു എങ്കിൽ, ഇവര് നമ്മളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ സ്വാമിജി ഏത് രീതിയിലാണ് ഇവിടുത്തെ ആദിമ ഹിന്ദുക്കൾ സ്വത്വത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ട വല്ല ക്ലാസ്സുകളോ ആചാര്യ പാരമ്പര്യത്തെ വാർത്തെടുക്കലോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സ്വാമിമാര് കൂടി ആലോചിക്കുക, സംസാരിക്കുക, ചിന്തിക്കുക ചെയ്തിട്ടുണ്ടോ? എന്താണ് അതിനെ കുറിച്ചൊന്ന് പറയാനുള്ളത്? തീർച്ചയായും അന്ന് വന്നിട്ടുള്ള വിവിധ മേഖലകളിലുള്ള SC/ST-യിൽപ്പെട്ട ആളുകളുമായിട്ട് ഒരു ദിവസത്തെ കൂട്ടമായ ചർച്ചയിൽ നമുക്ക് ബോധ്യപ്പെട്ടത് ഇതുവരെയുള്ള സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നീക്കങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായ രീതിയിൽ നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് സഹകരിക്കുന്ന യാതൊരു സംഘടനകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരെല്ലാവരും വേറെ എന്തിനു വേണ്ടി, വേറെ ആർക്കു വേണ്ടിയിട്ട് ആണ് നമ്മളെ കൂടെ എപ്പോഴും കൂട്ടി ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ട് കൂടെ കൂട്ടുന്നതെല്ലാം തന്നെ
വേറെ എന്തോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഗുരുവിൽ നിന്ന് തന്നെയായിട്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലെയും കാര്യങ്ങളെയും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവഗണിക്കപ്പെട്ട എല്ലാ സമുദായത്തിലെ ആളുകളും തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിലോട് കൂടിയിട്ടുള്ള പാരമ്പര്യമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലൂടെ അവർ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി തന്നെ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാതുകുല ധർമ്മരക്ഷാശ്രമത്തിന്റെ മഠപതിയും ആചാര്യനുമായ മഹാവതാർ ചണ്ടാള ബാബാജിയുടെ ഗുരുസന്നിധിയിൽ തന്നെ നമ്മളായിട്ടുള്ള ജനങ്ങളെല്ലാം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ തന്നെ സംരക്ഷിക്കുക, നമ്മൾ തന്നെ ഉന്നതിയിലേക്ക് തന്നെ കൊണ്ടുപോവുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ആചാര്യന്മാരെ ഉണ്ടാക്കുക. മറ്റുള്ള സമുദായങ്ങളിലൊക്കെ ആചാര്യന്മാരും മറ്റുള്ളതും ഉണ്ടല്ലോ. അപ്പൊ അതേ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. നമ്മള് സ്വത്തം വിടാതെ നമ്മൾ ഈ ബ്രാഹ്മണ കേന്ദ്രീകൃത ഹിന്ദു മതത്തിനോട് നിസ്സഹകരണം പറഞ്ഞുകൊണ്ട് വെച്ചാൽ നമ്മളോട് ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും എന്നൊരു കാഴ്ചപ്പാടിൽ പോവുക എന്ന് തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം? അതോ അല്ല ഈ പറഞ്ഞ അടിമത്ത മനോഭാവത്തോട് കൂടിയിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാം, അതല്ല ഇങ്ങോട്ടില്ലാത്ത അങ്ങോട്ടും വേണ്ട, ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രം ശങ്കരാചാര്യക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ ചണ്ടാളനും പ്രാധാന്യം ഉണ്ടാകണം എന്നൊരു ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞു വരുന്ന അത്തരം ഒരു ആശയം തന്നെയാണോ നിങ്ങളും കൂടി ആലോചിച്ച് തീരുമാനമെടുത്തത്? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടേതായുള്ള ആചാരാനുഷ്ഠാനങ്ങളിലെ ശാസ്ത്രീയമായിട്ട് ഉള്ള ആചാര്യന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആചാര്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ സമൂഹത്തെ ഉദ്ധരിച്ച് മുന്നോട്ട് വരിക, ആത്മീയപരമായിട്ട് ഉദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. തീർച്ചയായും ആത്മീയരെ ഉദ്ധരിച്ച് അത് മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഏക വഴി എന്നുള്ളത്. അല്ലാതെ ഇപ്പൊ ഇവരുടെ ഒന്നും സഹകരണം ഒട്ടും ഉണ്ടാവില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ ഈ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ അടിമത്വത്തിന്. അതിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ഗാന്ധി ചെയ്ത ഈ നമ്മളെ കമ്മ്യൂണൽ അവാർഡ് ആദ്യം പറഞ്ഞാണ്, ഗാന്ധി ചെയ്ത ഈ ഒരു വിനയുടെ ഭാഗമായിട്ട് വീണ്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴും കാര്യത്തോടടുക്കുമ്പോൾ പിടിക്കുകയും കാര്യം കഴിഞ്ഞാൽ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഈ സംവിധാനത്തിലൂടെ വ്യക്തമായി ഹിന്ദു ആയിക്കൊണ്ട് തന്നെ, ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു പൂർണ്ണമായി ആദിമ ഹിന്ദുക്കളായിക്കൊണ്ട്, ബ്രാഹ്മണ ഹിന്ദുക്കളല്ലാതെ ആദിമ ഹിന്ദുക്കളായിക്കൊണ്ട് അവരുടെ മേൽക്കോയ്മ സിദ്ധാന്തത്തിനോട് സന്ധിയില്ലാതെ പോരാടിക്കൊണ്ട് അതിനെ അംഗീകരിച്ചു കൊടുക്കാതെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്ത ആ ഒരു കൂട്ടായ്മയിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഈ പരിവർത്തനം ചെയ്തു പോയ ആളുകളെ, ഈ മതം മാറിപ്പോയ ആളുകളെ, അവർക്ക് അഥവാ സംവരണം വേണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടി തിരിച്ചു കൊണ്ടുവരണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് എന്താ? അതിനെക്കുറിച്ച് എന്തായിരുന്നു നിങ്ങളുടെ തീരുമാനം? അല്ലെങ്കിൽ എന്താണ് സ്വാമിജിയുടെ അഭിപ്രായം? തീർച്ചയായും അവർക്ക് അവർക്ക് സംവരണം വേണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് അവർക്ക് സംവരണം കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിന് ഒരു കാരണവശാലും അനുവദിക്കുകയുമില്ല, അതിന് ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. അവർക്ക് സംവരണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളായിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്ന ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റിയിട്ട് അവർ മുമ്പുണ്ടായിരുന്ന, അതായത് മുമ്പ് അവിടെ ഏതിൽ നിന്നാണ് പരിവർത്തനം ചെയ്തു പോയത് ആ സമൂഹത്തിന്റെ പാരമ്പര്യമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചിട്ട് ഗുരുവിൽ നിന്ന് പഠിക്കുകയും അത് പഠിച്ച് അവര് ഓക്കെ ആണെന്ന് ഗുരുവിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതെ. അപ്പൊ അതായത് അവരിപ്പോ നിങ്ങൾ വാർത്തെടുക്കുന്ന ഗുരുക്കന്മാരിലൂടെ പഠിച്ചെടുക്കുന്ന ആ ഒരു സംവിധാനത്തിലൂടെ പഠിച്ചു വരുന്ന ആളുകൾക്ക് ആചാരനിഷ്ഠരായാൽ മാത്രം അവര് ഈ സമുദായത്തിൽ ചേർത്തുകൊണ്ട് അവര് സംവരണം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് സ്വാമിജി പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴൊരു ചോദ്യമുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചു വരിക, ഈ ആചാരം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിലേക്ക് സ്വീകരിക്കാൻ ഇപ്പൊ ആര്യസമാജം പോലെ അല്ലെങ്കിൽ ചില മത സംഘടനകള് പോലെയൊക്കെ അവരൊക്കെ മതപരിവർത്തനം നടത്തുന്നുണ്ട്, ഗർവാപ്പസി പോലെയൊക്കെ. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർക്ക് അവർ പുണ്യാഹം നടത്തി ശുദ്ധീകരിക്കുന്നു, അവരതിനു ശേഷം വേദമന്ത്രങ്ങളെ കൊണ്ട് പലതും ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ആചാരങ്ങളും അവരുടെ ക്ഷേത്ര പ്രവേശനമൊക്കെയാണ് അവർ ചെയ്യുന്നത്. ആ ആചാരമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ നിങ്ങളുടെ ആചാരം സ്വീകരിച്ചാൽ മാത്രമേ ആദിമ ഹിന്ദുവായി അംഗീകരിക്കുക? എന്താണ് നിങ്ങളുടെ കാഴ്ച? ആർക്കാണ് നിങ്ങൾ സംവരണം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ?
ആദിമ ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം, അല്ലാതെ ആ സമയത്ത് പുണ്യാഹശുദ്ധി നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അല്ല അല്ല കൊണ്ടോ നിങ്ങളുടെ സംവരണത്തിനോ നിങ്ങളുടെ കൂട്ടത്തിലോ ഉൾപ്പെടുത്താൻ നിങ്ങൾ തയ്യാറല്ല, അല്ല തയ്യാറല്ല. ഞങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യം ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പഠിച്ച് അത് ആചാരങ്ങളിൽ പഠിച്ച് അത് ഫോളോ ചെയ്യുമെങ്കിൽ മാത്രമാണ് അവർക്കും ഇവർക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ, ഇവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ മറ്റു മതങ്ങളിൽ ചാതുർവർണ്ണത്തിനുള്ളിലെ പൂണൂലിട്ട് പൂജ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം സാധ്യമായോണ്ട് അത്തരമാണ് കയറി വന്നിട്ട് ഞങ്ങൾ ഇന്നോടത്ത് പോയി ഞങ്ങൾ പൂജ പഠിച്ചു ഹോമം പഠിച്ചു ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അപ്പൊ നിങ്ങൾ സ്വീകരിക്കില്ല? അതാണോ നിങ്ങൾ എന്താ? ഇല്ല, ഒരിക്കലും സ്വീകരിക്കില്ല. അതായത് നിങ്ങൾ ആ സ്വത്വത്തെ നിങ്ങളുടെ സ്വത്വത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, ആളുകളെ അതിലേക്ക് തന്നെ എടുക്കുക. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ അധികാര പങ്കാളിത്തം നിങ്ങൾ ഇപ്പൊ 131 സീറ്റുകൾ എന്ന് പറയുന്ന പാർലമെന്റ് സീറ്റുകൾ എന്ന് പറയുന്ന ആ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ സന്നദ്ധമായി കൊണ്ടുവരിക, അതാണ് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം. തീർച്ചയായും. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു കമ്മീഷൻ മുമ്പാകെ നമ്മൾ ഈ ഒരു പ്രമേയം പാസ്സാക്കിയതിന്റെ രേഖ നിങ്ങൾ കൊടുത്തു. അതിനുശേഷം ഇപ്പൊ നിങ്ങള് കാര്യങ്ങൾ ഏകദേശം തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് അസംഘടിത സമൂഹമാണ്. അപ്പൊ അതിനുള്ള ആ ഒരു അവരുടേതായിരിക്കുന്ന വിട്ടുനിൽക്കലുകളും വേർതിരിയലും ജാതി ഉപജാതി ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് അവരെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആ സമൂഹത്തെ, നമ്മുടെ ഈ ആദി സമൂഹത്തെ ഒന്നു ചേർത്താണ്. സ്വാമിജിയെ പോലെയുള്ള ഒത്തിരി ആദിമാർഗി സ്വാമിമാര് ഈ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മളും പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ എല്ലാവരും തിരിച്ചറിയുക, ഈ സമൂഹത്തിലെ ഓരോരുത്തരും തിരിച്ചറിയുക, ഹിന്ദുവാണ് നമ്മൾ എല്ലാവരും. എന്നാലോ ചില ആളുകൾക്ക് കാര്യമെടുക്കുമ്പോൾ മാത്രമാണ് നാം ഹിന്ദു, അത് കഴിഞ്ഞാലോ പണ്ട് ചണ്ടാള മാറി നിൽക്കുക എന്ന് പറഞ്ഞ ശങ്കരഭാവം തന്നെയാണ് മുഖ്യധാരയിൽ കാണുന്നത്, വിഷയത്തിൽ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. രാജ്യത്തിന്റെ ഭരണത്തിന്റെ ചിരാകേന്ദ്രത്തിലേക്ക് ഇവർ തന്നെ നിരന്തരം ന്യൂനപക്ഷം ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പ്രീണിപ്പിക്കുന്നു, മറ്റിടത്തെ മറ്റുള്ളവർ പ്രീണിപ്പിക്കുന്നു പറയുമ്പോൾ ഹിന്ദുവിന്റെ ഭരണം എന്ന് പറയുന്ന സർക്കാർ സംവിധാനം, കേന്ദ്ര സർക്കാർ സംവിധാനം ഹിന്ദുവിനെ തന്നെ മുച്ചോടെ നശിപ്പിക്കുന്ന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മൗനം വഹിച്ചു എങ്കിൽ ഇവർക്ക് ആദിമ ഹിന്ദുക്കളെക്കാൾ പ്രാധാന്യം ഈ ന്യൂനപക്ഷ സമൂഹത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഭരണം സ്ഥിരപ്പെടുത്തുക. എന്നിട്ട് എന്താണ് ബ്രാഹ്മണീകൃത, സ്വതവേ പറയാ ക്രൈസ്തവരൊക്കെ പറയും ഞങ്ങൾ നമ്പൂരി മാർഗം കൂടിയതാണ് പറയും. പക്ഷെ കത്തോലിക്ക സഭയുടെ 70% ഈ പറയുന്ന ആൾക്കാരും ഇവിടുത്തെ പട്ടിക വിഭാഗങ്ങൾ അവരെന്നെ പറയണു. പിന്നെ ആരാണ് നമ്പൂരി മതം മാറി നമുക്ക് അറിയില്ല. എന്തായാലും ശരി, ആ കാഴ്ചപ്പാടാണ് ഇവർക്ക് എന്നുള്ള ധാരണയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് സ്വയം തിരുത്തലുകൾ, നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, സ്വയം തിരുത്തലുകൾ ഹിന്ദു സമൂഹത്തിന്റെ എല്ലാ ഹിന്ദു സംഘടനകളുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. കാരണം ഹിന്ദു ഐക്യപ്പെടുകയാണ് ആവശ്യം. അത് തന്നെയാണ് നമ്മളുടെയും പരമമായ ആഗ്രഹം, ലക്ഷ്യമൊക്കെ അത് തന്നെ. എന്നാൽ ഐക്യപ്പെടൽ എപ്പോഴും അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് പോകുന്നത്. ബ്രാഹ്മണ വിഷയം വരുമ്പോൾ മാത്രം ഒരു ഐക്യപ്പെടൽ, ഒരു ചേർത്ത് നിർത്തൽ, ഒരു കെട്ടിപ്പിടിക്കൽ, ഒരു ഉമ്മ വെക്കലും അടുത്തിരുത്തലും ഒക്കെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന പോലെയാണ്. ജാതി ബ്രാഹ്മണ്യത്തെ അതിന്റെ ആളുകൾ മാത്രമല്ല അവരെ സംരക്ഷിക്കുക. ഇതിന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവർ കർമ്മബ്രാഹ്മണ്യം പറയുമ്പോഴും ജന്മബ്രാഹ്മണന്റെ കണ്ണുനീർ മാത്രമാണ് ഇവർ ഇവര് ബ്രഹ്മഹത്യാ പാപത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളൂ, മറ്റുള്ളതൊന്നും ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണത്തെ ലക്ഷണം ക്ഷമയാണെങ്കിൽ നൂറ്റാണ്ടുകളോളം ക്ഷമിച്ച ഒരു ജനതയാണ് ഇവിടുത്തെ ആദിമ ജനത. ആ ജനതയുടെ ലക്ഷണം കൊണ്ട് അവരായിരിക്കട്ടെ ഉന്നതൻ. എന്നാൽ അവരുടെ കണ്ണുനീരിന് വില കൽപ്പിച്ചില്ല, അവർക്ക് ഒട്ടും വില കൽപ്പിച്ചില്ല. മറ്റ് സെമിറ്റിക് മതങ്ങളെ ഉപദ്രവിച്ചേക്കാൾ കൂടുതൽ ഈ ഹിന്ദു സമൂഹം ഇവരോട് ഉപദ്രവിച്ചിട്ട് ഇപ്പോൾ ഇതാ മഹാനായ അംബേദ്കർ ആ ഒരു ത്യാഗം എത്രത്തരം വലുതായിരുന്നു. അതിനെ മഹാത്മാഗാന്ധി എപ്രകാരമാണോ നിഷ്കാസനം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്, അതുപോലെ അത്ര നിസാരമായിക്കൊണ്ട് ഇത്രയും വലിയൊരു വിഷയമുണ്ടായിട്ട് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ മാധ്യമങ്ങളും നേതാക്കന്മാരും സന്യാസിമാരൊക്കെ മൗനം ഭജിച്ചു എങ്കിൽ ഈ ഒരു ചതി, ഈ ഒരു ഇവരുടെ നിലപാടുകൾ ഈ സമൂഹം അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് സ്വാമിജിയെ പോലുള്ളവരെടുത്ത തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് ഐക്യപ്പെടുകയാണ് ആവശ്യം. ഒരു വിഷയം വരുമ്പോൾ ഹിന്ദു ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്നാൽ അത് കേവല അടിമത്ത മനോഭാവം കൊണ്ടാകരുത്, അത് സ്വന്തം സ്വത്വത്തിലൂന്നിക്കൊണ്ടായിരിക്കണം. നമ്മെ നശിപ്പിക്കുന്ന നിലപാടുകൾ ആരെടുത്താലും, അത് മോദി എടുത്താലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്താലും ആരെടുത്താലും ശരി, അതിന് നേരെ ഞങ്ങളില്ല. ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ഈ രാഷ്ട്രം സംരക്ഷിക്കണമെങ്കിൽ ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാമരാജ്യമല്ല, ആദിമ ഹിന്ദുവിനോട് ചേർന്ന രാമരാജ്യം ഉണ്ടെങ്കിൽ അതാണ്. അല്ലാണ്ട് വൈദിക ബ്രാഹ്മണ ഹിന്ദുക്കളുടെ ആ രാജ്യമായിരിക്കരുത്. ആ രാജ്യം ഞങ്ങളെ ഒറ്റപ്പെടുത്തും, ഞങ്ങളെ നിഷ്കാസനം ചെയ്യുന്ന ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളെ കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു രാജ്യം. അവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും മാപ്പിളയും ക്രിസ്ത്യാനും എല്ലാവരുമുള്ള
ഒരു ഹിന്ദു രാജ്യമാണെങ്കിൽ ആ രാജ്യമാണ് ഞങ്ങളുടെ ഹിന്ദു രാജ്യം, ആ രാജ്യമാണ് ഞങ്ങളുടെ ഹിന്ദു രാഷ്ട്രം, ആ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഹിന്ദുസ്ഥാനിന്റെ ഭാഗമായ ഹിന്ദുക്കളാണ് നമ്മൾ ആദിമർ എന്ന ബോധ്യം ഓരോ ആദിമ ഹിന്ദുക്കൾക്കും ഉണ്ടാകട്ടെ. അതുകൊണ്ട് നമ്മെ ചേർത്ത് നിർത്താത്തവരെ, നമുക്ക് വേണ്ടി ശബ്ദിക്കാത്തവരുടെ വിഷയത്തിൽ നമ്മളും ശബ്ദിക്കേണ്ടതുണ്ടോ എന്ന് നാം സ്വയം വിചാരം ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തെറ്റുതിരുത്താനും ഈ വിഷയത്തിൽ മാറി ചിന്തിക്കാനും നമ്മളെ കൂടി പൂർണ്ണമായി അഡ്ജസ്റ്റ്മെന്റിനല്ല, ശങ്കരാചാര്യർക്ക് കൊടുക്കുന്ന പൂർണ്ണമായ, ജാതി ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന പൂർണ്ണമായ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ആദിമന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും ആചാര്യന്മാരെയും സാധാരണക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഹിന്ദു സംഘടനകൾക്കും ഹിന്ദു ആചാര്യന്മാർക്കും സന്യാസിമാർക്കും അവരുടെ മാധ്യമങ്ങൾക്കും ആകണമെങ്കിൽ ഈ സമൂഹം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക. അതാണ് സ്വാമിജിയിൽ നമുക്കും കേട്ടത്. കമ്മീഷൻ എടുക്കുന്ന തീരുമാനം എന്താണ് നമുക്ക് നോക്കിക്കാണാം. അത് ഈ ജനവിഭാഗങ്ങൾക്ക് എതിരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോദി സർക്കാരിനെ അന്നേരം പ്രകീർത്തിക്കാം. അതല്ല എന്നുണ്ടെങ്കിലോ മോദി സർക്കാരിനെ അംബേദ്കർ ഗാന്ധിയെ എന്താണോ പറഞ്ഞേ അന്നേരം നമുക്കത് പറയാം. ഇപ്പോൾ നമ്മളത് പറയുന്നില്ല. എന്തായാലും ഇത്രയും നേരം ഈ വിലപ്പെട്ട സമയം സ്വാമിജി സാധന ഉപാസനയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രത്യേകം ഒരു നന്ദി പറയാണ്. അതുപോലെ തന്നെ നമ്മളെ കേട്ട അല്ലെങ്കിൽ കേൾക്കാനിരിക്കുന്ന ഓരോ ശ്രോതാക്കളോടും പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും പറയുന്നു, ഹൈന്ദവ ഐക്യമാണ് നമുക്കും വേണ്ടത്. എന്നാൽ അത് അഡ്ജസ്റ്റ്മെന്റ് ഐക്യമാകരുത്, തുല്യത, ഡിനോമിനേറ്റ് ആണ്. ഹിന്ദു റിലീജിയസ് ഡിനോമിനേറ്റ് എന്ന് പറയുമ്പോൾ ആ തുല്യ ഭാഗമാണ് ഇവിടുത്തെ ആദിമ ജനത. ആ തുല്യത ലഭിച്ചേ പറ്റുള്ളൂ. ഔദാര്യമല്ല വേണ്ടത്, അവകാശമാണ് വേണ്ടത് ഈ ജനതയ്ക്ക് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഈ ഒരു രാത്രിയുടെ ഈ അവസാന നിമിഷങ്ങൾ നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതായിട്ട് പറയാണ്. അപ്പോ സ്വാമി നമസ്തേ ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാനമക്കളും എനിക്ക് ചെയ്യട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ അവം ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.